സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയും മുന്നോട്ട് വന്ന് ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാവുന്നു. ആമേൻ. കൃപ പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തൂറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ഈ ബൈബിൾ വായിച്ച് ഒരു പാട്ടും പാടിയിട്ട് നമുക്ക് തിരുവേനയുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. Lent is a time to reflect on God's great love for us and the sacrifice he made through sending his son. It is a reminder that God wants us to be reconciled with him. So in 1 Peter chapter 5 verse 6 we read, "Humble yourselves therefore under the mighty hand of God, so that at the proper time he may exalt you." And thus നമ്മുടെ പരിശുദ്ധ സഭ or our church set aside this time to seek to draw closer to God and renew our faith. And therefore it is rightly called the season of reflection, repentance, and preparation through prayer, fasting, and almsgiving. And that is how we prepare ourselves for spiritual warfare, as a theme for this year rightfully states. Spiritual warfare through divine power. ആത്മീയ പോരാട്ടം ദൈവശക്തിയിലൂടെ. ദൈവശക്തി നമുക്ക് നേടാൻ കഴിഞ്ഞ അത് ക്യാരി ചെയ്യുവാനുള്ള വിസ്ഡവും സ്ട്രെങ്ത്തും നമുക്കുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ബിക്കോസ് ആസ് ഹ്യൂമൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ആൻഡ് ഹെൻസ് ദർ ഇസ് എ നീഡ് ടു ഫാസ്റ്റ് ആൻഡ് പ്രേയർ, so that we are able to cast out these earthly vices from us and thereby be empowered with divine strength to honor the divine power that God bestows in us. On behalf of the Diocese of Southwest America, His Grace Evanius Tirumeni, our Diocesan Metropolitan, ABHN Diocesan President for MMVS, Sheena, our Treasurer, and I, Shini. We all prayerfully welcome all of you gathered here, all the Vice President Achins for MMVS, the clergies who are joining today, all the elders, Kochamas, regional and unit secretaries for MMVS, and all my dear mothers and sisters who have joined. A very warm welcome to you all. Southwest Diocese നാമത്തിൽ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ പേരിലുള്ള ആദരവോടെ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് എസ്പെഷ്യലി ആ സ്പീക്കർ ഫോർ ടുഡേ, റെവറൻഡ് ഫാദർ ഷാനു എബ്രഹാം അച്ഛൻ. We welcome you, Acha. And it also happens, let me remind you, it also happens to be an International Women's Day tomorrow. And so it's a great honor for us, all of us, that we have been able to do this retreat today. And to honor all our women out there. And so in an endeavor to empower our new leadership team for this year at the unit levels, this year we decided to have our unit secretaries to host the Lenten retreat for 2026. And as a first step for this Lenten retreat, we have our unit secretary from St. Gregorius Church, Tampa, Florida region, to render a prayerful song. I call upon Renju Cecil to unmute and lead us into the song. Thank you, Chini. Thodangkyotte. Sure. Asha deepam നാഥാ നിന്നെ തേടുന്നു ഞാൻ, കണങ്ങൾ കൈക്കൊള്ളണേ നീ കരുണാദ്രനേശുദേവാ. ആശാദീപം കാണുന്നു ഞാൻ, നാഥാ നിന്നെ തേടുന്നു ഞാൻ. പാരിന്റെ നാഥ പാപങ്ങളെല്ലാം നീ വീണ്ടെടുക്കുന്നു ക്രൂശിൽ,
നീരിന്റെ താത നീയാണു നിത്യം, നീ ചൊന്ന വാക്കുകൾ സത്യം. സാരോപദേശങ്ങൾ പേയും സൂര്യോദയത്തിന്റെ കാന്തി, ഇരുളിൽ പടരും പരിപാവനമാ ആശാദീപം കാണുന്നു ഞാൻ. നാഥാ നിന്നെ തേടുന്നു ഞാൻ. കണ്ണീർ കണങ്ങൾ കൈക്കൊള്ളണേ നീ, കരുണാദ്രനീശുദേവാ. ആശാദീപം കാണുന്നു ഞാൻ. മണിമേടയില്ല, മലർശയ്യയില്ല, സർവേശപുത്രന്റെ മുന്നിൽ ആലംബമില്ല. തലയുന്ന നേരം നീ തന്നെ മനസ്സിന്റെ ശാന്തി. ശാരോനിലെ പൂവ് പോലെ ജീവന്റെ വാടാത്ത പുഷ്പം, പ്രിയമായി മനസ്സിൽ കണി കാണുകയായി ആശാദീപം കാണുന്നു ഞാൻ. നാഥാ നിന്നെ തേടുന്നു ഞാൻ. കണ്ണീർ കണങ്ങൾ കൈക്കൊള്ളണേ നീ, കരുണാദ്രനീശുദേവാ. ആശാദീപം കാണുന്നു ഞാൻ. നാഥാ നിന്നെ തേടുന്നു ഞാൻ. Thank you, Ranju. That was indeed a beautiful song. And indeed, we are on our way, on our quest to see God all through our life. And may this Lent empower us to do so. Moving forward, as I always say, arm yourself with the word of God. നമ്മളൊരു യുദ്ധത്തിലാണ്, spiritual warfare, if anybody is aware. And so we should never leave ourselves, our spouses, our children, our homes without the covering of prayers. Our armor is the word of God. The scripture says, the angels are sent forth to shield us at our word, our prayers, sent by our Father. Isaiah 58:6-7 reads, for thus says the Lord, in a day of trouble, I'll bring forth my salvation. In a day of calamity, I will bring forth my deliverance. Scripture is filled with great prophecies. And today, Mrs. Abraham is here, Unit Secretary of St. George Congregation in Kentucky, who will read us the scripture verse from this prophet. Susan. Thank you, Shini, and good morning, everyone. The Old Testament reading for today is taken from the book of Isaiah, chapter 58, verses 1-7. Cry aloud, spare not. Lift up your voice like a trumpet. Tell my people their transgression and the house of Jacob their sins. Yet they seek me daily and delight to know my ways, as a nation that did righteousness and did not forsake the ordinance of their God. They ask of me the ordinances of justice. They take delight in approaching God. Why have we fasted, they say, and you have not seen? Why have we afflicted our souls, and you take no notice? In fact, in the day of your fast, you find pleasure and exploit all your laborers. Indeed, you fast for strife and debate, and to strike with the fist of wickedness. You will not fast as you do this day, to make your voice heard on high. Is it a fast that I have chosen, a day for a man to afflict his soul? Is it to bow down his head like a bulrush, and to spread out sackcloth and ashes? Would you call this a fast and an acceptable day to the Lord? Is this not the fast
that I have chosen to loose the bonds of wickedness, to undo the heavy burdens, to let the oppressed go free, and that you break every yoke? Is it not to share your bread with the hungry, and that you bring to your house the poor who are cast out? When you see the naked, that you cover him, and not hide yourself from your own flesh. The word of the Lord. Jenny, you are mute. Sorry. Thank you, Susan. Thank you, Acha, for letting me know. Next, we have Achama Philip, Unit Secretary for St. Gregorius Church, Austin, Texas, to read a passage from this year's theme passage from the New Testament. Manju, are you? Yeah. 2 Corinthians chapter 10, verses 1 to 7. More. Now I, Paul, appeal to you with the gentleness and kindness of Christ. Though I realize you think I am timid in person and bold only when I write from far away, well, I'm begging you now, so that when I come, I won't have to be bold with those who think we act from human motives. We are human, but we don't wage war as humans do. We use God's mighty weapons, not worldly weapons, to knock down the strongholds of human reasoning and to destroy false arguments. We destroy every proud obstacle that keeps people from knowing God. We capture their rebellious thoughts and teach them to obey Christ. And after you have become fully obedient, we will punish everyone who remains disobedient. Look at the obvious facts. Those who say they belong to Christ must recognize that we belong to Christ as much as they do. The word of the Lord. Barakmur. Thank you, Manju. Now that we are done with our Bible reading, scripture verses, it is time to welcome our August gathering here. And now we have a good 80 plus count from, our members across the Southwest Diocese as well. So now I call upon Mrs. Priya Renu, Unit Secretary for St. Thomas Church, Warren from Detroit region, to extend a warm welcome to this August gathering here on behalf of the Southwest Diocese. Thank you. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, വന്യവൈദിക ശ്രേഷ്ഠരെ, ഷെമാശന്മാരെ, കൊച്ചമ്മമാരെ, ഡയോസീഷൻ മർത്തുമറിയ സമാജം ഭാരവാഹികളെ, സമാജത്തിന്റെ അരുമസന്താനങ്ങളെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങളെ ഏവരെയും ഔദ്യോഗികമായി ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ദൈവകൃപയാൽ ഈ വർഷത്തെ സൗത്ത് വെസ്റ്റ് ഭദ്രാസന ലണ്ടൻ റിട്രീറ്റ് ഇന്ന് നടക്കുകയാണല്ലോ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ഭദ്രാസനത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഒന്നിച്ചുകൂടി വരുവാൻ സാധിക്കുന്നതിൽ ആദ്യമായി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ തിരക്കുകൾക്കിടയിലും വളരെ ശ്രേഷ്ഠമായി സൗത്ത് വെസ്റ്റ് ഡയോസിസ് MMVSനെ നയിക്കുന്ന ഈ റിട്രീറ്റിന്റെ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഇന്നത്തെ ലണ്ടൻ റിട്രീറ്റിന്റെ മുഖ്യ ചിന്താവിഷയമായ ആത്മീയ പോരാട്ടം ദൈവശക്തിയിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യ പ്രഭാഷണം ഇന്ന് നടത്തുന്നത് ഫാദർ ഷാനു എബ്രഹാം ആണ്. അച്ഛൻ മലബാർ ഭദ്രാസനത്തിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ പരിമള സെമിനാരിയിൽ ധാരാളമായിട്ട് റിട്രീറ്റ് നയിക്കുന്ന ഒരു നല്ല പ്രാസംഗികനായ അച്ഛനാണ്. അച്ഛനെ സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തുമറിയ സമാജത്തിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി വളരെ ആവേശത്തോടെ സൗത്ത് വെസ്റ്റ് ഡയോസിസ് MMVSനെ നയിക്കുന്ന MMVSന്റെ നെടും തൂണുകളായ ഭദ്രാസന മർത്തുമറിയ സമാജം വൈസ് പ്രസിഡന്റ് റെവറൻ ഫാദർ എബ്രഹാം, DSWA ജനറൽ സെക്രട്ടറി ഷിനി കുര്യൻ ലിജോ, ഷീന പുന്നൂസ്,
ഇടവകകളിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠന്മാർ, ഷെമ്മാശന്മാർ, കൊച്ചമ്മമാർ, റീജിയണൽ സെക്രട്ടറീസ്, യൂണിറ്റ് സെക്രട്ടറീസ്, ജോയിന്റ് സെക്രട്ടറീസ്, നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ഈ റിട്രീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു MMBSന്റെ പ്രവർത്തനം അത് പൂർണ്ണമായി വിജയത്തിൽ എത്തിച്ചേരുന്നത് അതിൻ്റെ അംഗങ്ങൾ ധാരാളമായി അതിൽ പങ്കെടുക്കുമ്പോഴാണ്. നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പുതുക്കലിനും ആത്മീയ പോരാട്ടത്തിൻ്റെയും കാലമാണ്. ദൈവശക്തിയിലൂടെ ദൈവസ്നേഹത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ MMBS അംഗങ്ങളെയും ഈ റിട്രീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടി ഒരു ദൈവാനുഗ്രഹത്തോടെ വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. Thank you, Priya. That was indeed a warm welcome for everyone. I now invite His Grace Thomas Mar Revanius, Metropolitan of the Diocese of Southwest America, for the presidential address. Tirumeni, we are so thankful that you have joined us, that you honored this Lenten retreat by your presence today. Thank you so much, Tirumeni. ദൈവതിരുനാമം മോഹത്തപ്പെടട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠത, പ്രത്യേകാൽ MMBSന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട IDHN, നമ്മുടെ ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്ന ഷാനുവച്ചൻ, എലിസബത്ത് ആൻറ്റി, ഷീന, റീജിയണൽ വൈസ് പ്രസിഡന്റുമാർ, റീജിയണൽ സെക്രട്ടറിമാർ, പാരീഷ് സെക്രട്ടറിമാർ, ഇതിൽ പങ്കാളികളാവുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മള് പ്രാർത്ഥനയുടെ ഒരു കാലമാണ്. പ്രാർത്ഥനയോടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പെന്നക്കോണം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എസ്പെഷ്യലി ടുമോറോ the gospel reading is the story of a Canaanite woman. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ് നാളത്തെ ദിനം നമ്മൾ ഓർക്കുന്നത്. Especially we are living, we know that what is going on around the world. ഒരു യുദ്ധത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അനേകർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അനേകർ ഭയത്തിന്റെയും പ്രയാസം നടുവിലൂടെ കടന്നു പോകുന്നു. അമ്മമാരുടെ നിലവിളി, അത് കണ്ണുനീരോടുള്ള പ്രാർത്ഥന ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അമ്മമാർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയായിരുന്നു, ഇങ്ങനെ ചെറുപ്പത്തിലെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ Psalm 23 പറഞ്ഞു തന്നിരുന്നു, even though I walk in the valley of the shadow of death, I will not fear, because he is with me, or the shepherd is with me. മരണനിഴൽ താഴെക്കൂടെ നടന്നാലും ഞാൻ നടത്തവും ഭയപ്പെടുകയില്ല, യഹോവയായ ദൈവം എന്നോടുകൂടി ഉണ്ടല്ലോ എന്ന് പഠിപ്പിച്ചതിന്റെ മീനിങ് അന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇന്ന് അതിന്റെ റിയൽ മീനിങ് അറിയുന്നു. കാരണം വൈകുന്നേരം കിടക്കാനോ പകലൊന്നും മുറിയിലേക്ക് പോകാനോ ഭയമുള്ള കാലഘട്ടങ്ങളാണെങ്കിലും അതിന്റെ നടുവിൽ യഹോവയായ ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോൾ അവർക്ക് ഇന്ന് മാത്രം ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിന്റെ നടുവിൽ നമ്മുടെ ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. രണ്ടാമത്തെ Lent, the meaning of the word Lent is an Anglo-Saxon word. Meaning is spring. That means spiritual winter to spiritual spring. ഒരു ആത്മീയ വസന്തത്തിന്റെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മുടെ സ്പിരിച്വൽ വാർഫെയറിന്റെ നമ്മുടെ തീം തന്നെ അതാണ്. സോ നമ്മുടെ ഈ മൾബറി തിന്നുന്ന പുഴു അത് പിന്നീട് എന്താ പറയുന്നത് പട്ടുനൂലായിട്ട് മാറുന്നത് പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ലഭിക്കുന്നതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു അനുഭവത്തിലേക്ക്, സ്പിരിച്വൽ അനുഭവത്തിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സ്പിരിച്വൽ സ്പ്രിങ്ങിന്റെ കാലഘട്ടമായിട്ട്, ആത്മീയ വസന്തത്തിന്റെ കാലഘട്ടമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്ന കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രാർത്ഥന, നിരന്തര അൺസീസിങ് പ്രേയർ, ബി സൈലന്റ്, ഫാസ്റ്റിംഗ്, ആംസ്ഗിവിംഗ്, ഇതൊക്കെ ചെയ്ത് അതിലൂടെയുള്ള ഒരു സ്പിരിച്വൽ പവറാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. നിരന്തരമായ പ്രാർത്ഥന, അതാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. കണ്ണുനീരോടുള്ള പ്രാർത്ഥന. കനനൈറ്റ് വുമൺ, കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരമായ ഒരു പ്രാർത്ഥന ഉണ്ടാവുക.
ശാന്തമായ ദൈവസ്ഥനിൽ ഇരിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ലഭിച്ചതിന്റെ വിഹിതം ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുക. ഇതിലൂടെ ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക്, ദൈവിക ശക്തിയിലേക്ക് വളരുവാനുള്ള കാലഘട്ടമാണ് ഈ നോമ്പിന്റെ കാലഘട്ടം. തീർച്ചയായിട്ടും അമ്മമാരെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി, സഭയുടെ ശക്തി, ലോകത്തിന്റെ ശക്തി, കുടുംബത്തിന്റെ ശക്തി, നമ്മുടെ മക്കളുടെ ബലം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടം കൂടുതലായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഈ നോമ്പ് കാലം നന്നായി പ്രാർത്ഥിപ്പാനും ദൈവസേനമേ തന്നെ പൂർണ്ണമായി സമർപ്പിപ്പാനും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഇടവരട്ടെ. ബഹുമാനപ്പെട്ട ഷാനു അച്ഛൻ നല്ലൊരു സ്പീക്കറാണ്. അച്ഛൻ്റെ മെസ്സേജ് കേൾക്കാൻ നിങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ദീർഘമായ സമയം എടുക്കുന്നില്ല. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു നോമ്പ് നേരുന്നു. ഈ കഷ്ടാനുഭവ നാളുകളിലൂടെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. ഇനിയും കർത്താവിൻ്റെ കഷ്ടാനുഭവ നാളുകളും ഈസ്റ്ററിന്റെ പുനരുത്ഥാനത്തിന്റെ നാളുകളും കടന്നു വരുന്നു. ആ കുരിശിലേക്ക് നോക്കിയുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനാപൂർവ്വം ആ കുരിശിലേക്ക് നോക്കാം. Those who look to him be radiant, their face shall never be ashamed. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ നോമ്പുകാലം അവങ്കിലേക്ക് നോക്കുവാനും പ്രകാശിതരാകുവാനും ദൈവിക ശക്തി പ്രാപിപ്പാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, പങ്കാളികളാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെ പരസ്പരം ഓർക്കാം. എല്ലാ കാര്യങ്ങളും അനുഗ്രഹം നടത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Tirumeni, for your prayers and blessings. I now request our Reverend Father Ebi Abraham Achin to introduce our keynote speaker for the day. Good morning, everyone. Thank you, Tirumeni, for your prayerful presence in spite of the busy schedule in Kerala. വളരെ സ്നേഹത്തോടെ ഷാനു അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധികം സമയമെടുക്കുന്നില്ല, കാരണം അച്ഛന് ഒരുപാട് ദൂരം ഇനി യാത്ര ചെയ്യാനായിട്ടുണ്ട്. അച്ഛന് മലബാർ ഡയസിസിലാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. അച്ഛൻ്റെ ഹോം ഡയസിസ് ചെങ്ങന്നൂരാണ്. നല്ല ദൈവവചനത്തെ ഇഴകീറി നമുക്ക് പഠിപ്പിച്ചു തരുവാൻ കഴിവുള്ള ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. ഇപ്രാവശ്യം ആരെ വിളിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത മകൾ പറഞ്ഞു, അപ്പോൾ ഒരച്ഛനുണ്ട്, നമ്മൾ നേരത്തെ പ്രസംഗം കേട്ടതാ എന്ന് പറഞ്ഞു, കുറേ നാൾ മുമ്പ് കേട്ടതാ, അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെയാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് അച്ഛനെ ഇങ്ങനെ ബന്ധപ്പെടുന്നത്. ഞാൻ അച്ഛൻ്റെ പ്രവർത്തനത്തെ എല്ലാം ദൈവം തമ്പുരാൻ, ശുശ്രൂഷകളെല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അച്ഛൻ നല്ലൊരു കർഷകൻ കൂടിയാണ്. ആലപ്പുഴ ജില്ലയിലെ യുവ കർഷകനുള്ള അവാർഡൊക്കെ സംസ്ഥാന തലത്തിൽ നിന്ന് അച്ഛന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കർഷകൻ കൂടിയാണ്. അപ്പം വിത്ത് വിതയ്ക്കാൻ നന്നായി അറിയാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഇടയിൽ വിതയ്ക്കുവാൻ ദൈവം തമ്പുരാൻ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ. ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ദൈവം തമ്പുരാൻ നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ത്രിയേകദൈവത്തിന്റെ അതിതന്നെ തിരുനാമം മൗത്തീകരിക്കപ്പെടട്ടെ. ഏറെ സ്നേഹബഹുമാന ആദരണീയനായി നമ്മുടെ മെത്രാസനത്തിന് സുധീരമായ നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമനസ്, പ്രത്യേകിച്ച് ഏറെ സന്തോഷമുണ്ട്, അതിനേക്കാളേറെ എനിക്ക് ആശങ്കയുണ്ട്. അഭിവന്യ തിരുമനസിന്റെ സാന്നിധ്യത്തിലാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് വൈദിക സെമിനാരിയിലെ എൻ്റെ പ്രിയങ്കരനായ അധ്യാപകനാണ് അഭിവന്യ തിരുമനസ്. അതോടൊപ്പം തന്നെ സെമിനാരി പഠന നാളുകളിൽ അല്പം കൂടെ എൻ്റെ വാർഡൻ ആയിരുന്നു അഭിവന്യ തിരുമനസ് എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അഭിവന്യ തിരുമനസിന്റെ മുമ്പിലാണ് ഇന്നത്തെ ഈ പ്രബോധന ശുശ്രൂഷ എന്നുള്ളത്. ഒരു തരത്തിൽ സന്തോഷമാണ്, അതിനേക്കാൾ ഏറെ എനിക്ക് ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ ബഹുമാന്യനായി ഈ പ്രബോധന ശുശ്രൂഷയ്ക്കൊക്കെ എന്നെ വിളിച്ച വന്ദനായ എബി എബ്രഹാം അച്ഛൻ, നമ്മുടെ മെത്രാസനത്തിന്റെ ഏറെ ഊർജ്ജസ്വലരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയമുള്ള വനിതാ സമാജത്തിന്റെ പ്രിയമുള്ള ഏവരും, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്.
പരിശുദ്ധമായ നോമ്പിനെ കുറിച്ചൊക്കെയുള്ള വലിയ പഠനങ്ങളൊക്കെ പറയുമ്പോഴും പിതാക്കന്മാരുടെയൊക്കെ രചനകളിലും ഈ നോമ്പിന്റെ പ്രാർത്ഥനകളൊക്കെ സാഗൂതം നാം ശ്രദ്ധിക്കുമ്പോൾ അറിയാം, പരിശുദ്ധ നോമ്പ് ഒരു ആത്മീയ പോരാട്ടത്തിന്റെ അനുഭവങ്ങളിലൂടെ ദൈവശക്തിയുടെ അനുഭവങ്ങളിൽ വളരുവാനും ദൈവശക്തിയിലൂടെ ജീവിക്കുവാനും നഷ്ടപ്പെട്ട ദൈവീക അനുഭവങ്ങളെ തിരിച്ചു പിടിക്കുവാനുമായിട്ടൊക്കെയുള്ള ഇടങ്ങളായി പരിശുദ്ധമായ നോമ്പ് മാറുന്നു എന്നുള്ളത് ഏറെ നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ നോമ്പ് കുറെ കൂടി നല്ല അമ്മമാരൊക്കെ ആക്കാനാ നമ്മളെ, കേട്ടോ. കുറെ കൂടി നല്ല മക്കളൊക്കെ ആക്കാനാ, കുറെ കൂടി നല്ല ഭാര്യമാരൊക്കെ ആക്കാനാ, കുറെ കൂടി ഏത് ജോലി ചെയ്താലും ആ ജോലിയിലൊക്കെ അല്പം കൂടിയൊക്കെ ഊർജ്ജസ്വലമായി നിൽക്കാനാ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കുറെ കൂടി നല്ല വൈദികരൊക്കെ ആക്കാനുള്ള ഒരു ക്ഷണമായി പരിശുദ്ധമായ നോമ്പിന്റെ അനുഭവങ്ങളും ഈ തിരുവചന കേൾവിയുടെ അനുഭവങ്ങളും ഒക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നാളെ നമുക്കറിയാം, മാർച്ച് മാസം 8-ാം തീയതിയാണ്, അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട തീമും ആത്മീയ പോരാട്ടം ദൈവശക്തിയിലൂടെ എന്നുള്ളതാണല്ലോ. പ്രത്യേകിച്ച് എബിയച്ചൻ എന്നോട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണമെന്നല്ല പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് എങ്കിലും അല്പസമയം നിങ്ങളുമൊത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു വനിതാ സമാജത്തിന്റെ വേദിയാണ്. പ്രത്യേകിച്ച് ഈ സമാജം തന്നെ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും ഒക്കെയാണല്ലോ നമ്മുടെ ഈ വനിതാ സമാജത്തിന്റെ വലിയ മധ്യസ്ഥയായിട്ടൊക്കെ നാം കൊണ്ടാടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഓരോ യാത്രകൾ ആത്മീയ പോരാട്ടമാണ് എന്ന് പറയുവാനും അതിലൂടെ പരിശുദ്ധ അമ്മ സ്വായത്തമാക്കിയ ദൈവിക ശക്തികളെ കുറിച്ചൊക്കെ ഒന്ന് അക്കമിട്ട് നിരത്തുവാനായിട്ടാണ് ഞാൻ ഈ തിരുവചനത്തിന്റെ ഈ ശുശ്രൂഷയിലൂടെയൊക്കെ ശ്രമിക്കുന്നത്. നാം ഒത്തിരിയേറെ യാത്രകളൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട്. യാത്രകളുടെ പ്രാധാന്യമേറുന്നത് നിങ്ങൾക്കറിയാം, ലക്ഷ്യസ്ഥാനത്തെ ആശ്രയിച്ചാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വഴിയോര കാഴ്ചകൾ കണ്ട് സായുജ്യമടയാനല്ല നമ്മുടെ ജീവിതയാത്രയുടെയൊക്കെ ലക്ഷ്യമെന്നും ദൗത്യമെന്നും നാം മനസ്സിലാക്കണം. യാത്രകൾക്ക് വ്യത്യസ്ത മാനങ്ങളുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, കാഴ്ചകൾക്ക് തന്നെ വ്യത്യസ്ത മാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ്. ബാല്യത്തിൽ മായിക കാഴ്ചകൾക്കാണ് നമുക്ക് വല്ലാത്ത ആകാംക്ഷയാണ്. എന്നാൽ വാർദ്ധക്യമൊക്കെ ആകുമ്പോഴേക്കും, ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അത് ഭക്തിയുടെ ചില കാഴ്ചകൾ കാണാനാണ് നമ്മെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ക്രൈസ്തവ ജീവിതം ഒരു ആത്മീയ പോരാട്ടത്തിലൂടെയുള്ള ദൈവശക്തിയെ സ്വായത്തമാക്കുവാനുള്ള ഒരു യാത്രയാണെന്ന്, സ്വർഗീയ കനാനാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ യാത്ര നീളുന്നത്, പ്രിയമുള്ളവരെ, കർത്താവിന്റെ 2-ാം വരവ് വരെയാണ്. ഈ യാത്രയുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട ദൈവസ്വരൂപത്തെ വീണ്ടെടുക്കുവാനും ദൈവീകരണത്തിലേക്ക് വളരുവാനും ആയിട്ടൊക്കെയാണല്ലോ. അതുകൊണ്ട് ഈ യാത്രയ്ക്ക് ഞാനും നിങ്ങളും കരുതേണ്ട പാതയമാണ്, വഴിച്ചോറാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഊർജമാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെയൊക്കെയുള്ള നമ്മുടെ കൂടിവരവുകളും അല്ലെങ്കിൽ സാങ്കേതികപരമായ അനുഭവങ്ങളും ഒക്കെ ഏറെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെയുള്ള നമ്മുടെ കൂടിവരവൊക്കെ അതിന് ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക്, പരിശുദ്ധ അമ്മയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം എടുത്തു കാട്ടുന്ന ഏറ്റവും മാതൃകയുള്ള, പ്രത്യേകിച്ച് രക്ഷാകര ചരിത്രത്തിൽ, സാൽവേഷൻ ഹിസ്റ്ററിയിൽ 1-ാം സ്ഥാനം തന്നെ പരിശുദ്ധ അമ്മയ്ക്കാണെന്ന് നമുക്കറിയാമല്ലോ. അദൃശ്യനായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് ദൃശ്യലോകത്തിന് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ഗോഡിനെ വിസിബിൾ വേൾഡിലേക്ക് പരിചയപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയായതുകൊണ്ടാണ് രക്ഷാകര ചരിത്രത്തിൽ 1-ാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക്. ആ വലിയ ആത്മീയ പോരാട്ടത്തിന്റെ അനുഭവങ്ങൾ, അവളുടെ ഓരോ യാത്രകളും, പ്രിയമുള്ളവരെ, പല പല ആത്മീയ പോരാട്ടങ്ങളുടെ അനുഭവങ്ങളായി പല പല നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ 1-ാമത്തെ യാത്ര നമുക്ക് കാണുന്നത് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം
1-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. ആരേലും ഒരാളൊന്ന് ആ വാക്യം വായിക്കാമോ? വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ഞാൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് അന്നേരം തന്നെ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും വാക്കുകളുടെ അർത്ഥമോ പ്രത്യേകിച്ച് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കണം. വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. മതി. പരിശുദ്ധ അമ്മയുടെ 1-ാമത്തെ യാത്രയാണ് പ്രിയമുള്ളവരെ ഇത്. അത് യഹൂദ്യ പട്ടണത്തിലേക്കുള്ള യാത്രയാണെന്ന് നാം മനസ്സിലാക്കണം. അനേക ദിവസത്തെ യാത്രാക്ലേശം അനുഭവിച്ച് വാർദ്ധക്യത്തിൽ ഗർഭിണിയായ തന്റെ ചാർച്ചക്കാരി എലിശബയെ ശുശ്രൂഷിക്കുവാൻ പാലസ്തീന്റെ വടക്കു ഭാഗമായ ഗലീലയിലെ താഴ്വാരങ്ങളും താഴ്വീതികളും ചോക്കുമലകളും തരണം ചെയ്തുകൊണ്ട് നസറേത്തിൽ നിന്നും തെക്കു ഭാഗത്തുള്ള പർവ്വത പ്രദേശമായ യഹൂദിയയിലേക്ക് കേവലം 12-13 വയസ്സ് മാത്രം പ്രായമുള്ള പരിശുദ്ധ അമ്മയുടെ ഈ യാത്ര, അവളുടെ 1-ാമത്തെ ആത്മീയ പോരാട്ടം, അവളുടെ ദൈവശക്തി എങ്ങനെ പ്രാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവളുടെ 1-ാമത്തെ യാത്ര നമ്മളോട് പറയുകയാണ് സാഹോദര്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്രയാണ് പ്രിയമുള്ളവരെ. സാഹോദര്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്രയാണ് പരിശുദ്ധ അമ്മയുടെ ഈ 1-ാം യാത്ര. ആത്മീയ പോരാട്ടം ഈ അനുഭവങ്ങളിലൊക്കെ നാം കാണുമ്പോൾ നമുക്ക് സാധ്യമാകുന്നത്. പ്രത്യേകിച്ച് നാം ആ വേദഭാഗത്തിൽ വായിക്കുന്നത് അനേക ബദ്ധപ്പാടുകൾ സഹിച്ച് തന്റെ ചാർച്ചക്കാരി എലിശബയെ ശുശ്രൂഷിക്കാനുള്ള യാത്രയാണ്. പ്രത്യേകിച്ച് ചാർച്ചക്കാരി എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ പലർക്കും സംശയം കാണും. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ കസിൻ സിസ്റ്ററാണ് യഥാർത്ഥത്തിൽ എലിശബ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ തന്റെ ചാർച്ചക്കാരി, തന്റെ കസിൻ സിസ്റ്ററിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അനേക ബദ്ധപ്പാടുകൾ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇന്നോ നമുക്ക് സഞ്ചരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ കാറുണ്ട്. വിവര സാങ്കേതിക വിസ്ഫോടനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അങ്ങ് അമേരിക്കയിൽ ഇരുന്നാലും ഞങ്ങൾ ഇന്ന് കേരളത്തിലിരുന്നാലും അനുദിനം അനുനിമിഷം നമ്മുടെ പ്രിയമുള്ളവരുടെ വിവരങ്ങളൊക്കെ അറിയുവാൻ നമുക്ക് സാധ്യതകൾ വിരൽത്തുമ്പില്ല. പക്ഷെ ഇന്നോ നമ്മുടെ സാഹോദര്യ ബന്ധം എവിടെയാണ് പ്രിയമുള്ളവരെ? നാം ഈ പരിശുദ്ധമായ നോമ്പിന്റെ അനുഭവത്തിലൂടെ ഒക്കെയാണെന്ന് പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? പല പല ഈഗോയുടെ അനുഭവങ്ങൾ കൊണ്ട്, പല പല നല്ലതല്ലാത്ത കഴിഞ്ഞ കാലങ്ങളിലെ വർത്തമാനം കൊണ്ട് പ്രിയമുള്ളവരോടൊക്കെ മിണ്ടിയിട്ട് തന്നെ എത്ര നാളുകളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ആത്മാർത്ഥമായി സംസാരിക്കാതെ മാസങ്ങളും വർഷങ്ങളുമായി മിണ്ടിയിട്ട് എന്നിട്ടും നമ്മൾ പറയും നമ്മൾ ആത്മീയ പോരാട്ടത്തിലൂടെ ദൈവിക ശക്തി പ്രാപിക്കുവാനുള്ള നോമ്പിന്റെ അനുഭവത്തിലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നാം ഒന്ന് ചിന്തിക്കേണ്ടേ പ്രിയമുള്ളവരെ? ചില ദയവായിട്ട് നിങ്ങളുടെ ഫോണുകൾ, നിങ്ങളുടെ ടാബ്ലറ്റുകൾ, നിങ്ങളുടെ ലാപ്ടോപ്പുകൾ പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. സോറി അച്ഛാ തുറന്നു. ഓക്കെ. പ്രത്യേകിച്ച് നമുക്കിന്ന് അനുദിനം അനുനിമിഷം നമുക്കിന്ന് വിവര സാങ്കേതികത ഇത്രമാത്രം വളർന്നു എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും നമ്മുടെ പ്രിയമുള്ളവരെയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പ്രിയമുള്ളവരോടൊക്കെ മിണ്ടാതിരുന്നിട്ട് എത്ര നാളുകളായി? എന്നിട്ട് നമ്മൾ പറയും നോമ്പിന്റെ പരിപാവനമായ അനുഭവത്തിലാണ്, ആത്മീയ പോരാട്ടത്തിലാണ്. എന്തെങ്കിലും അർത്ഥമുണ്ടോ പ്രിയമുള്ളവരെ? കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന നമുക്കറിയാം. വഴിപാടർപ്പിക്കുവാൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നിനക്കാരോടേലും വിരോധമുണ്ടോ എന്നുള്ളതല്ല, നിന്നോടാർക്കേലും വിരോധമുണ്ടെന്ന് പോലും നിനക്ക് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ വെച്ച് നീ പോയി നിന്റെ പ്രിയമുള്ളവരോട് രമ്യമായിട്ട് വന്ന് വഴിപാടർപ്പിക്കുവാനായിട്ടാണ് നമ്മളെ തമ്പുരാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായി പ്രിയമുള്ളവരെ
നാം ഇന്നായിരിക്കുന്ന അനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ നാം ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ആത്മീയപരമായ വലിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദൈവികപരമായ ശക്തി എന്നാൽ ഒന്നാമത് സാഹോദര്യ ബന്ധത്തെ വീണ്ടെടുക്കാനും ശുശ്രൂഷ മനോഭാവത്തിന്റെ അനുഭവങ്ങളൊക്കെ ഇന്ന് വീണ്ടെടുക്കുവാനും ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഇന്ന് നമുക്കറിയാം പ്രതികാരത്തിന്റെ മനോഭാവങ്ങളൊക്കെ കൂടുന്നുണ്ട്. പ്രതികരണത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ പരിസരങ്ങളിലാണെങ്കിലും വ്യക്തിപരമായ ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മളുടെ സാമൂഹ്യപരമായ ചുറ്റുവട്ടങ്ങളിലൊക്കെ ആണെങ്കിലും പ്രതികാരത്തിന്റെ മനോഭാവങ്ങളൊക്കെ ഇന്ന് കൂടുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ലോക നേതാക്കന്മാരൊക്കെ ആണെങ്കിലും അതിരുകളെ വിശാലമാക്കുവാനും അതിർത്തി രാജ്യങ്ങളെ തകർക്കുന്നതിനുമായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിർത്തികളുടെയും അതിർവരമ്പുകളുടെയും ഭാഷകൾ സംസാരിക്കുന്ന ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ ഭീതികരമായ അനുഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള വലിയ ഭയത്തിന്റെ അനുഭവങ്ങളിലൊക്കെയാണ് ഇന്ന് നാം ആശങ്കയുടെ അനുഭവങ്ങളിലൊക്കെയാണല്ലോ ആയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി സാഹോദര്യ ബന്ധം നമുക്കൊന്ന് ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ ശുശ്രൂഷയുടെ മനോഭാവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ ഈ യാത്ര ചെയ്യുന്നത് നമുക്കറിയാം. അത് യഹൂദ്യ പട്ടണത്തിലേക്കുള്ള യാത്രയാണ് നമുക്കറിയാം. ഈ യാത്രയുടെ അവസാനം നമുക്ക് എലിശുബയുടെ ഭവനത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ ആ വലിയ സംഗമമാണ് അടയാളപ്പെടുത്തുന്നത് അറിയാം. പൗരസ്ത്യ സഭയുടെ സുറിയാനി പിതാക്കന്മാരൊക്കെ ശീമാ നമസ്കാരത്തിന്റെ വെള്ളി സന്ധിയുടെ കോലോയിൽ ഈ മനോഹരമായ സംഗമത്തെ കോറിയിടുന്നത് ഇങ്ങനെയാണ്: മറിയാമേ ലിശുബ ലക്ഷ്യപ്പാഞ്ഞെത്തിയ വിസ്മയ നൗകങ്ങൾ വാഗ്മീയേ ലിശുബ മറിയാം രക്ഷകനെ പെറ്റാരാലംബം ഹല്ലേലൂയ തൽ പ്രാർത്ഥന എന്നും ഒന്നൊക്കെ പിതാക്കന്മാർ കോറിയിടുകയാണ്. അതെ, ആ യാത്രയിൽ മാതൃഗർഭത്തിന്റെ ഇടുങ്ങിയ ലോകത്ത് വെച്ച് പോലും ഉടയ തമ്പുരാനെ തിരിച്ചറിഞ്ഞ് ഉന്മത്തനാകുന്ന സ്നാപക യോഹന്നാനെയൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, സഹജീവികളോട്, സഹജീവിതങ്ങളോട്, നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മർത്തമറിയം വനിതാ സമാജത്തിന്റെ പ്രവർത്തകരാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില വിള്ളലുകളുടെ അനുഭവങ്ങൾ, നമ്മുടെ സമാജത്തിന്റെ യൂണിറ്റിന്റെ അനുഭവത്തിൽ, നമ്മുടെ ആത്മീയപരമായ സംഘടനാ തലത്തിലൊക്കെ ചില ഈഗോയുടെ അനുഭവങ്ങളൊക്കെ, നല്ലതല്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സ്ഥാനമാനങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റാറ്റസുകൾക്ക് അനുസരിച്ചൊക്കെ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നിലവാരം പുലർത്താതൊക്കെ ഇരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ യാത്ര നമ്മളോട് പറയുന്നത് സാഹോദര്യ ബന്ധം വീണ്ടെടുക്കാനും ശുശ്രൂഷ മനോഭാവത്തിന്റെ അനുഭവങ്ങളിൽ ജീവിക്കുവാനുമായിട്ടൊക്കെയാണ്. ക്രൂശിലെ സപ്തമൊഴികളിൽ 7 മൊഴികളിൽ ഒന്ന് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് കർത്താവ് തരുന്ന അവസാന സമ്മാനപ്പൊതിയാണ് പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, ആ അമ്മയുടെ മക്കളാണ് നമ്മൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അല്പം കൂടെ പറയുവാനായിട്ട് സാധിക്കും, ആ അമ്മയുടെ പേരിലുള്ള സംഘടനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയുടെ മക്കളായി നമുക്ക് മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ സാഹോദര്യ ബന്ധവും ശുശ്രൂഷ മനോഭാവങ്ങളൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവണ്ടേ. ഒന്നാമത് എന്റെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ യാത്ര സാഹോദര്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്രയാണ്. രണ്ടാമത്തെ യാത്ര നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഒന്ന് വായിക്കാം. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സൂര്യനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. തീർച്ചയായിട്ടും വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസറുടെ ആജ്ഞ പുറപ്പെടുന്നു. കുറേനോ സുറിയാനി നാട് വാഴുമ്പോൾ ഇത് ഒന്നാമത്തെ ചാർത്തലായിരുന്നു. എല്ലാവരും ചാർത്തപ്പെടേണ്ട താന്താന്റെ പട്ടണത്തിൽ നിന്ന് പോകുന്നു. അങ്ങനെ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടി ജോസഫ് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ,
പരിശുദ്ധ അമ്മയുടെ ഈ രണ്ടാമത്തെ യാത്ര യഥാർത്ഥത്തിൽ ഗലീലയിലെ നസ്രയത്തിൽ നിന്നും യഹൂദിയിലെ ബേത്ലഹേമിലേക്കാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ യാത്ര യഹൂദ്യ പട്ടണത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ രണ്ടാമത്തെ യാത്ര ഗലീലയിലെ നസ്രയത്തിൽ നിന്നും യഹൂദിയിലെ ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ്. പേർവഴി ചാർത്താനുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്താ നാം മനസ്സിലാക്കുന്നത്? സെൻസസ് എടുക്കാൻ വേണ്ടിയാണ്. സെൻസസ് എടുക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ രാജ്യത്തിന്റെ ആളോഹരി കണക്കുകളും സ്ഥിതി വിവരങ്ങളും ഒക്കെ അറിയുവാനുള്ള സെൻസസ് എടുക്കുന്ന യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികപരമായ അനുഭവങ്ങളെയും ആളുകളുടെ ജീവിത നിലവാരത്തെ ഒക്കെ വർദ്ധിപ്പിക്കുവാനും അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തുവാനാണ് യഥാർത്ഥത്തിൽ സെൻസസ് എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ യാത്ര യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ യഹൂദിയിലെ ബേത്ലഹേമിലേക്കുള്ള ഈ യാത്രയുടെ പ്രത്യേകത അത് സാമൂഹിക ജീവിതത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ നീതിയോട് പൊരുത്തപ്പെട്ടുള്ള യാത്രയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും മതജീവിതത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ സുഖജീവിതം നയിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചില ധാരണകളുണ്ട്. സാമൂഹിക ജീവിതം യഥാർത്ഥത്തിൽ നമ്മളെ ആത്മീക ജീവിതത്തിൽ നിന്ന് അകറ്റുമെന്ന് നമുക്ക് ചില ധാരണകളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അനുസരിച്ച് നമുക്ക് സാമൂഹിക ജീവിതം എന്ന് പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമായി കരുതുന്ന ഒരു സുന്ദര സങ്കല്പമാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറയും. അതോടൊപ്പം തന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മുടെ ഈ ഭദ്രാസന കൂടിവരവുകളൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയും. എന്നാൽ നമ്മുടെ ദശാംശങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു നേരത്ത് അല്ലെങ്കിൽ ഒരു ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നാം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ രീതി എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഒരു ജീവിതത്തിന് ആത്മീയ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ പല ആളുകളും എന്നെ നോക്കുന്നുണ്ട് സസൂക്ഷ്മം. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ഒരു വേദശാസ്ത്ര പഠനപരമായി നാം പറയുമ്പോൾ സാമൂഹ്യപരമായ ജീവിതം എന്നൊരു ജീവിതം ഓർത്തഡോക്സുകാരന് ഇല്ല. യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് സാമൂഹ്യ ജീവിതത്തെ നമ്മൾ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഇത് പരിശുദ്ധ സഭയ്ക്ക് പരിചയപ്പെടുത്തി തന്നത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആണെങ്കിലും ഈ വലിയ വേദശാസ്ത്ര സങ്കല്പങ്ങളൊക്കെ നമ്മൾ കാണുന്നത് 4-ാം നൂറ്റാണ്ടിലെ വലിയ പിതാക്കന്മാരായ ജനുവരി 1-ാം തീയതിയൊക്കെ നാം ഓർമ്മ നിർവഹിച്ച കപ്പദോക്യൻ പിതാക്കന്മാരായ വലിയമ്മ ബസേലിയോസിന്റെയും വിശുദ്ധ ഗ്രിഗോറിയോസിന്റെയും ഒക്കെ രചനയിൽ ഈ വലിയ വേദശാസ്ത്ര സിദ്ധാന്തം യഥാർത്ഥത്തിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിതവും ആത്മീക ജീവിതം എന്ന രണ്ട് ജീവിതം നമുക്കില്ല. നമ്മൾ സാമൂഹ്യം എന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന് വേദശാസ്ത്ര സങ്കല്പത്തിൽ അക്കലൂത്യ എന്നുള്ളൊരു വേദശാസ്ത്ര സങ്കല്പമാണ് അതിന്റെ പിന്നാമ്പറങ്ങളിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇത് പരിശുദ്ധ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത് മലങ്കര സഭയുടെ പണ്ഡിത ശിരോമണി എന്നറിയപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. എന്ന് പറഞ്ഞാൽ നാം സാമൂഹികമെന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമായി കരുതുന്ന ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന എന്നുള്ള തരത്തിലാണ് നാം ഇതിനെയെല്ലാം പ്രിയമുള്ളവരെ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എത്രമാത്രം നമ്മൾ സാമൂഹികമെന്ന് അടയാളപ്പെടുത്തുന്നത് ആത്മീക ജീവിതത്തിന്റെ വലിയ പോരാട്ടത്തിന്റെ അനുഭവമായി പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു എന്നുള്ളത് നമുക്കറിയാം. ചില പാട്ടുകൾ പാടിപ്പോലും പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ മറിയം ചില സാമൂഹ്യപരമായ അനുഭവങ്ങൾ ആത്മീക ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പഴയ നിയമത്തിലെ ഹന്നെ അനുസ്മരിപ്പിക്കും വിധം പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ പാടിയ മാവർബോ വിമോചന ഗീതങ്ങളുടെ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എത്രമാത്രം നമ്മൾ സാമൂഹ്യം എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശുദ്ധ അമ്മ അവതരിപ്പിക്കുന്നത്. അഹങ്കാരവും ഗർവും നിറഞ്ഞ ഹൃദയങ്ങളെ തകർത്ത് താളടിക്കുന്ന
ധാർമ്മിക വിപ്ലവത്തിന്റെ സ്വരമുണ്ട് പരിശുദ്ധ അമ്മയുടെ പാട്ടിൽ. പ്രിയമുള്ളവരെയും, പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കി താണവരെ ഉയർത്തുന്ന, വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്ന സാമൂഹ്യ വിപ്ലവത്തിന്റെ ഒരു സോഷ്യൽ റിഫോർമേഷന്റെ അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയുടെ പാട്ടിലുണ്ട്. പ്രിയമുള്ളവരെയും, മൂന്നാമത് സമ്പന്നരും ദരിദ്രരും എന്ന ഉച്ചനീചത്വം ഇല്ലാത്ത ഒരു സാമ്പത്തിക വിപ്ലവത്തിന്റെ സ്വരമുണ്ട്, എക്കണോമിക് റവല്യൂഷന്റെ സ്വരമുണ്ട് പരിശുദ്ധ അമ്മയുടെ പാട്ടിൽ എന്നുള്ളതാണ് നാം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം, തിരുവചനത്തിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥന നടത്തുന്ന ആരെന്നറിയാം? ആരാ? ഈ നിസാരമായ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് വന്നിനായ BHന്റെ വക പ്രത്യേക പാരിതോഷികം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാന്നറിയാം? തിരുവചനത്തിലെ ഏറ്റവും ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ് കേട്ടോ. എവിടെ വെച്ചാന്നറിയാമോ? നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിച്ച് നോക്കിക്കോളൂ. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന ഇന്റർസെക്ഷൻ നടത്തുന്ന യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ തന്നെയാണ്. എവിടെ വെച്ചാന്നറിയാമോ? കാനാവിലെ കല്യാണത്തിന് കല്യാണ വിരുന്നിൽ വീഞ്ഞിന്റെ ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന രണ്ട് വാക്യമുള്ളൂ: അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല എന്ന് പുത്രൻ തമ്പുരാനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരവും ചെറുതുമായ മധ്യസ്ഥ പ്രാർത്ഥന ഇതായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ നമുക്കറിയാം ആശങ്കകളുടെ അനുഭവങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യ മാധ്യമങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്രമാത്രം യുദ്ധത്തിന്റെയും ഭീതിയുടെ അനുഭവങ്ങളിലൊക്കെയാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. നാം ഇന്ന് അകലം പാലിച്ചിരിക്കുകയാണ്. നാം ഇന്ന് ആശങ്കകളുടെ അനുഭവങ്ങളിലാണ്. അസ്വസ്ഥതകളും ആശങ്കകളും നിറയുകയാണ്. പ്രതീക്ഷകളുടെ കൽഭരണികൾ കാലിയാകുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പുകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, അപരന്റെ കണ്ണുനീരിനെ ഒപ്പുന്ന, അപരന്റെ സാമൂഹ്യമെന്ന് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആത്മീയപരമായ അനുഭവങ്ങളിൽ, അപരന്റെ ജീവിതത്തിൽ യഥാർത്ഥപരമായ അനുഭവങ്ങൾ കൊടുക്കുന്ന യഥാർത്ഥ ആത്മീയ അനുഭവത്തിന്റെ തലം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ യാത്ര നാം പലപ്പോഴും ശ്രദ്ധിക്കുമ്പോഴും അത് സെൻസസ് എടുക്കുവാൻ വേണ്ടിയുള്ള യാത്രയാണ്. സാമൂഹ്യപരമായ നീതിയോട് പൊരുത്തപ്പെട്ടുള്ള യാത്രയെ നമ്മൾ അടയാളപ്പെടുത്തിയാലും അത് നമ്മളുടെ ആത്മീക ജീവിതത്തിന്റെ നിദർശനമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ നമുക്കൊന്ന് കാണുവാനായിട്ട് സാധ്യമാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ ആത്മീയ പോരാട്ടം അത് സാമൂഹ്യ നീതിയോടുള്ള ആത്മീയ പോരാട്ടമാണ്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ പരിശുദ്ധ അമ്മയുടെ യാത്ര നമുക്ക് കാണുന്നത്, ഞാൻ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ അഭിനന്ദ തിരുമനസ്സൊക്കെ വൈദിക സെമിനാരിയിലെ ക്ലാസ്സുകളിലൊക്കെ ധാരാളം ചോദ്യങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുമേനിയോട് ചോദിക്കാൻ പറ്റത്തില്ലെങ്കിലും തിരുമേനിയുടെ ഭദ്രാസനത്തിലെ അമ്മമാരും സ്ത്രീകളുമൊക്കെ ഏറെ ആ അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങളോടെങ്കിലും എനിക്ക് പകരം ചോദിക്കണമല്ലോ. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചിന്ത എന്തായിരുന്നു? യാത്ര എങ്ങോട്ടായിരുന്നു? മലനാടുകളിലേക്കുള്ള യാത്ര. യാത്രയാണ്. ആ യാത്രയുടെ പ്രത്യേകത സഹോദര ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്ര. രണ്ടാമത്തെ യാത്രയോ അത് സാമൂഹ്യ നീതിയോട് പൊരുത്തപ്പെട്ടുള്ള ആത്മീയപരമായ ദർശനമാണെന്നും നാം പറഞ്ഞു. എന്നാൽ മൂന്നാമത് പരിശുദ്ധ അമ്മയുടെ യാത്ര നമ്മൾ കാണുന്നത് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക.
പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ. ഹെരോദാവിനെ ഭയന്നുകൊണ്ടുള്ള യാത്രയാണ്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാനായി ഹെരോദാവ് ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ ക്രിസ്തുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ യാത്രയാണ്. ആ യാത്ര എങ്ങോട്ടാണ്? മിസ്രൈമിലേക്കുള്ള യാത്രയാണ്. അത് വെറും യാത്രയല്ല പ്രിയമുള്ളവരെ, മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കാണ്, മിസ്രൈമിലേക്കുള്ള പലായനമാണ്, ഈജിപ്തിലേക്കുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ. അതായത് പരിശുദ്ധ അമ്മ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പ്രസവാനന്തരമാണ് ഈ സംഭവം നടക്കുന്നത്, അല്ലേ? പ്രസവിച്ചതിന് ശേഷമാണ്. പ്രസവാനന്തരം ബെത്ലഹേമിലെ പശുത്തൊഴുത്തിലെ കുന്തിരിക്കത്തിന്റെയും ചാണകത്തിന്റെയും വാസന പോലും ആസ്വദിക്കുവാൻ സാവകാശം ലഭിക്കാതെ തന്റെ പൊന്നുമകനെ സംരക്ഷിക്കുവാൻ പേറ്റുനോവിന്റെ വേദനയുമായി തന്റെ ചോരക്കുഞ്ഞുമായി പരിശുദ്ധ അമ്മ ഓടുകയാണ് പ്രിയമുള്ളവരെ. മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കാണ് ഈ യാത്ര. യഥാർത്ഥത്തിൽ ക്രിസ്തു നാം അനുഭവിച്ചിരിക്കുന്ന, അവിടെ കൂടെയായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ദൈവ സാന്നിധ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ. നാം ഇന്ന് കൗദാശിക അനുഭവത്തിലൂടെ, തിരുവചന പാരായണത്തിലൂടെ, തിരുസഭയുടെ ഓരോ അനുഭവങ്ങളിലൂടെ നാം പരിശുദ്ധമായ മാമോദീസ എന്ന കൗദാശിക അനുഭവത്തിലൂടെ, സഭയുടെ പ്രവേശന കവാടത്തിലൂടെ, വിവിധങ്ങളായ കൗദാശിക അനുഭവങ്ങളിലൂടെ ഒക്കെ നാം ഇങ്ങനെ നമ്മുടെ ക്രിസ്തു ബന്ധത്തെയൊക്കെ സംരക്ഷിക്കുവാനും നാം അനുഭവിക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെ സംരക്ഷിക്കുവാനും യഥാർത്ഥത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന നമുക്ക് നാം ക്രിസ്തു സാന്നിധ്യത്തിന്റെ അനുഭവങ്ങളാണ്, വ്യക്താക്കളാണ്. ഈ ലോകത്തിൽ മറ്റൊരു ക്രിസ്തു ആകാൻ വേണ്ടി തന്നെ നമ്മളെ വിളിക്കപ്പെട്ടവരാണ്. കാരണം തിരുവചനത്തിൽ നമുക്കറിയാം, അഭ്യാസം തികഞ്ഞവൻ ഗുരുവിന് മുകളിലല്ല, ഗുരുവിന് താഴെയല്ല, ഗുരുവിനോടൊപ്പമാകാനുള്ള വിളിയും ദൗത്യമൊക്കെയാണ് നാം ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ, നാം അനുനിമിഷ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യത്തെ കൗദാശിക അനുഭവത്തിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യത്തെ ഒക്കെ നാം അനുഭവിക്കുന്നതും അതിനെ പുനർജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സംരക്ഷിക്കാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിക്കണ്ടേ പ്രിയമുള്ളവരെ. ഇന്നിന്റെ കാലഘട്ടത്തിൽ വെറ്റ ചവയ്ക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ നിങ്ങൾക്കറിയാം വെറ്റിലയുടെ മണമുണ്ട്. പുകവലിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ പുകയിലയുടെ മണമുണ്ട്. മദ്യപിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ മദ്യത്തിന്റെ മണമുണ്ട്. ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഓരോ ഹോളി കമ്മ്യൂണിയനിലൂടെയും ഒക്കെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മിൽ എന്താണ്? ക്രിസ്തുവിന്റെ രുചിയും മണവും ഒന്നുമില്ലാതെ ഇന്നിന്റെ കാലഘട്ടത്തിൽ പോകുന്ന പ്രിയമുള്ളവരെ, നമ്മെ കണ്ടവർ ക്രിസ്തുവിനെ കണ്ടുവെന്ന് സാക്ഷിക്കുവാനായിട്ടുള്ള യഥാർത്ഥപരമായ ഒരു ജീവിതം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? തോമാശ്ലീഹായെ കുറിച്ച് ഭാരതത്തിന്റെ ചരിത്രകാരന്മാർ പലപ്പോഴും അടയാളപ്പെടുത്തുമ്പോൾ തോമയെ കണ്ട ഭാരതം ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൗദാശികമായ അനുഭവത്തിലൂടെ നാം സ്വായത്തമാക്കുന്ന ദൈവിക അനുഭവങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, പരിശുദ്ധ അമ്മയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ ലോകത്തിന് പരിശുദ്ധ അമ്മ പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് രക്ഷാകര ചരിത്രത്തിൽ 1-ാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കും, 2-ാം സ്ഥാനം നിങ്ങൾക്കറിയാം അവന് വഴിവിളക്കായി അവന് വേണ്ടി നിയോഗങ്ങളിലേക്ക് അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്നാപക യോഹന്നാന് രക്ഷാകര ചരിത്രത്തിൽ 2-ാം സ്ഥാനമൊക്കെ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവനുള്ളവരുടെ മാതാവ് എന്നാണ് ഹൗവ എന്ന പദത്തിന്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ ഈ പരിശുദ്ധമായ നോമ്പിന്റെ അനുഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ ദൈവമാതാവിന്റെ ഓർമ്മയും ഒക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടാടുമ്പോഴൊക്കെ 1-ാം മാതാവ്, 2-ാം മാതാവ്, 1-ാം ഹൗവ, 2-ാം ഹൗവ എന്നൊക്കെ പലപ്പോഴും അടയാളപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഹൂത്തോമകളിലും പല പ്രാർത്ഥനകളിലും ഒക്കെ. ജീവനുള്ളവരുടെ മാതാവ് എന്നാണ് ഹൗവ എന്ന നാമത്തിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ പാപവീഴ്ച മൂലം മരണമുള്ളവരുടെ മാതാവായി
ഒന്നാം മാതാവ് ആരാ? ഹൗവ മാറുന്നുണ്ട്. ഹൗവയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കാതുകൾ കൊണ്ട് എങ്ങനെ അവൾ പാപം അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്? കാതുകൾ കൊണ്ട് അവൾ സാത്താന്റെ വചനങ്ങൾ കേട്ടു, കണ്ണുകൾ കൊണ്ട് പഴത്തിന്റെ ഭംഗി കണ്ടു, മനസ്സുകൊണ്ട് മോഹിച്ചു, കാലുകൊണ്ട് നടന്നെടുത്തു, കൈകൾ കൊണ്ട് പഴം പതിച്ചെടുത്തു, നാവ് കൊണ്ട് രുചിച്ചറിഞ്ഞ് ശരീരത്തിന്റെ 10 ആന്തരിക ശാരീരിക ഘടനകളെയും പാപഭംഗിലമാക്കി മാതൃത്വത്തെ യഥാർത്ഥത്തിൽ പിശാചിന്റെ ദാസിയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നിങ്ങൾ അമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ടാവേണ്ടത് ആരോടെന്നറിയാമോ? പരിശുദ്ധ അമ്മയോട്. കാരണം പിശാചിന്റെ ദാസിയാക്കി മാതൃത്വത്തെ ശാപത്തിന്റെ ചിഹ്നമായി ഒന്നാം മാതാവായ ഹൗവ മാറ്റിയപ്പോൾ രണ്ടാം ഹൗവയായ പരിശുദ്ധ അമ്മയാണ് പ്രിയമുള്ളവരെ ആ അനുഭവങ്ങളെ വീണ്ടെടുക്കുന്നെന്നാണ് നമുക്ക് തിരുവചനത്തിലും തിരുസഭയുടെ പിതാക്കന്മാരുടെ രചനകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് രണ്ടാം ഹൗവ ജീവൻ നൽകുന്ന മാതാവായി പരിശുദ്ധ അമ്മ മാറിയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാം മാതാവിന് പാപം സംഭവിക്കുമ്പോൾ രണ്ടാം മാതാവ് അത് വീണ്ടെടുത്തത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കണ്ണുകൾ കൊണ്ട് അവൾ ദൈവദൂതനെ കണ്ടു, കാതുകൾ കൊണ്ട് അവൾ ദൈവ നിർദ്ദേശങ്ങൾ കേട്ടു, ഇരുകാൽ മുട്ടുകളും മടക്കി ഇരുകരങ്ങളും കൂപ്പി മനസ്സുകൊണ്ട് താഴ്മ ധരിച്ച് ദൈവദാസിയായി കന്യക ഗർഭപാത്രത്തിൽ ദൈവപുത്രനെ മനുഷ്യപുത്രനാക്കി രൂപം കൊടുത്ത് പിശാചിന്റെ ദാസ്യത്വത്തിൽ നിന്നും ദൈവത്തിന്റെ ദാസ്യത്വത്തിലേക്ക് മാതൃത്വത്തെ മാറ്റിയെടുത്ത സ്ത്രീവർഗത്തിന്റെ കടം വീട്ടുകയായിരുന്നു രണ്ടാം മാതാവായ ഹൗവ എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാലും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ കുറിച്ചൊക്കെ നമ്മളുടെ പല പഠനങ്ങളും ഒക്കെ നമുക്കറിയാം. പരിശുദ്ധ അമ്മ എല്ലാ മനുഷ്യരെ പോലെ ജനിച്ചു എന്ന് തന്നെയാണ് സഭയുടെ അടിസ്ഥാനപരമായ പഠിപ്പിക്കലും നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് അമലോത്ഭവ സിദ്ധാന്തമൊക്കെ നമ്മൾ അംഗീകരിക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം എടുത്തു പറയത്തക്ക പ്രത്യേകതകളോ എടുത്തു പറയത്തക്ക ഒരസാധാരണത്വം പരിശുദ്ധ അമ്മയുടെ ജനനത്തിലോ ജീവിതത്തിലോ നമ്മൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ അസാധാരണത്വം പരിശുദ്ധ സഭ കാണുന്ന ഇവിടെയാണ്. സുവാർത്താദൂതുമായി കടന്നു വരുന്ന ഗബ്രിയേലിന്റെ സന്ദേശത്തിന് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ അമ്മയുടെ അസാധാരണത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നാം ഇന്നായിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവിക അനുഭവങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. വി ആർ ഇൻ ദ സേഫ് ഹാൻഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വലിയ വിചാരങ്ങൾ നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവന്റെ കരവലയത്തിലെ അപ്പങ്ങൾ മാത്രമേ മുറിക്കപ്പെട്ടിട്ടുള്ളൂ. അവന്റെ കരവലയത്തിലെ അപ്പങ്ങൾ മാത്രമേ നുറുക്കപ്പെട്ടിട്ടുള്ളൂ. അവന്റെ കരവലയത്തിലെ അപ്പങ്ങൾ മാത്രമേ വർദ്ധിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അവന്റെ കരവലയത്തിലാണ് നാം ഇന്നായിരിക്കുന്നെന്നുള്ള വലിയ വിചാരങ്ങൾ നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ യാത്ര നമുക്കറിയാം, മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കാണ്. നാം അനുഭവിക്കുന്ന കൗദാശിക സാന്നിധ്യങ്ങളിലൂടെ ദൈവിക അനുഭവങ്ങളെ സംരക്ഷിക്കാൻ തന്നെയാണ് പരിശുദ്ധ അമ്മ ഈ ആത്മീയ പോരാട്ടത്തിലൂടെ തന്റെ മൂന്നാം യാത്ര നമ്മളോട് പറയുന്നത്. നാലാമത്തെ യാത്ര അത് വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 41 42 വാക്യമാണ്. അച്ഛാ, എനിക്ക് ഇനി ഒരു 15 മിനിറ്റ് കൂടി ഇല്ലേ? ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 41 42 വാക്യം. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ തന്റെ മകനെയും കൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുന്നത്. അവിടെ ലൂക്കോസ് എവങ്കേലിസ്ത ബോധപൂർവം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അവർ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള പദമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത്
മൂന്നാവർത്തി യെരൂശലേം ദേവാലയത്തിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ടുണ്ട്. പെസഹ പെരുന്നാളിനും പെന്തക്കോസ്തി പെരുന്നാളിനും കൂടാര പെരുന്നാളുമായ വലിയ 3 പെരുന്നാളുകൾക്ക് അവർ പോകേണ്ടതായിട്ടുണ്ട്. പിന്നെയുമുണ്ട് പെരുന്നാളുകൾ, വിറക് പെരുന്നാൾ, പൂരീം പെരുന്നാൾ, ഹനൂക്ക പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചില ഫീസ്റ്റുകളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും വലിയ പെരുന്നാളുകളായ പെസഹ, പെന്തക്കോസ്തി, കൂടാര പെരുന്നാളിന് ലോകത്തിന്റെ അതിരുകളിൽ എവിടെയാണ് ഒരു യഹൂദനെങ്കിലും വർഷത്തിൽ 3 ആവർത്തി യെരൂശലേം ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് 2473 അടി ഉയരത്തിലേക്ക് അവർ കയറി വരണം. 2473 അടി ഉയരത്തിലാണ് യഥാർത്ഥത്തിൽ യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയത്തിലേക്ക് പെരുന്നാളുകൾക്ക് വേണ്ടി അവർ വരുമ്പോഴാണ് ആരോഹണ സങ്കീർത്തനം, സാംസ് ഓഫ് അസൻ ആലപിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. ഏത് സങ്കീർത്തനമാണ് ആരോഹണ സങ്കീർത്തനം എന്നറിയാമോ? 119. 119 ഇല്ല യഥാർത്ഥത്തിൽ, എന്നാലും അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. എന്നാൽ എബിയച്ചന്റെ സമ്മാനമൊക്കെ മേടിച്ചോണം കേട്ടോ. 120. സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനം, ദ സാംസ് ഓഫ് അസൻ. ഈ ആരോഹണ സങ്കീർത്തനം ആലപിച്ചാണ് പ്രിയമുള്ളവരെയും അവർ യെരൂശലേം ദേവാലയത്തിലേക്ക് കൂട്ടമായി അവരിങ്ങനെ പോകുന്നത്. പ്രത്യേകിച്ച് ആ യാത്രയൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, അവൻ തന്റെ അപ്പന്മാരോടൊപ്പം തന്റെ 12-ാം വയസ്സിലെ ഈ യാത്രയാണ്. പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദേവാലയത്തിലേക്ക് പോകുന്ന പതിവ് ശീലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നാം ദൈവപുത്രനാണ് എന്നൊക്കെ അടയാളപ്പെടുത്തിയാലും അനന്തര തലമുറയിലേക്ക് ഈ വിശ്വാസത്തെ കൈമാറുവാനായിട്ടൊക്കെയാണ് നമ്മോട് പരിശുദ്ധ അമ്മ പറയുന്നത്. പുത്രൻ തമ്പുരാന് ഈ വിശ്വാസത്തെ കൈമാറേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെയും കൊണ്ട് 12 വയസ്സുള്ള ആ പതിവ് പോലെയുള്ള അവരുടെ ശീലമാണ് പ്രാർത്ഥനയുടെ ചില ശീലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ മലങ്കര നസ്രാണികളാണ്. നിങ്ങൾ അമേരിക്കയിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ കേരളത്തിലാണെങ്കിലും നമ്മളെയൊക്കെ ഒന്നിപ്പിക്കുന്ന മലങ്കര നസ്രാണിയുടെ ചില പതിവ് ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രിയമുള്ളവർ. പ്രാർത്ഥനയുടെ പതിവ് ശീലങ്ങളുണ്ട്, നോമ്പിന്റെ പതിവ് ശീലങ്ങളുണ്ട്, ആരാധനയുടെ പതിവ് ശീലങ്ങളുണ്ട്, ആചാര നൽവരത്തിൽ നിന്നും ദൈവിക ചൈതന്യങ്ങൾക്ക് വേണ്ടിയുള്ള പതിവ് ശീലങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും തലമുറകളിലേക്ക് ഈ വിശ്വാസത്തെ കൈമാറുവാൻ പരിശുദ്ധ അമ്മയുടെ 4ാമത്തെ യാത്ര പറയുമ്പോൾ നമുക്ക് നമ്മുടെ തലമുറകളിലേക്ക് വിശ്വാസത്തെ കൈമാറുവാനായിട്ട് ഇന്നിന്റെ കാലഘട്ടത്തിൽ സാധ്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെയും ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് സഭകളിൽ ഒന്നാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ മലങ്കര നസ്രാണിയുടെ പകുതി പ്രായമേ റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളൂ. മലങ്കര നസ്രാണി ഇവിടെ ആയിരുന്നിട്ട് ഈ ആദ്യ നൂറ്റാണ്ടുകൾ തന്നെ ഇവിടെ ആയിരുന്നു എന്നൊക്കെയാണല്ലോ നമ്മുടെ ചരിത്രങ്ങൾ. യഥാർത്ഥത്തിൽ 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ് റഷ്യയിൽ ഓർത്തഡോക്സ് സഭ സ്ഥാപിക്കുന്നത്. ഓർത്തഡോക്സ് സഭ സ്ഥാപിക്കുന്നതും വ്ളാഡിമർ എന്നുള്ള ഒരു വിശുദ്ധനാണല്ലോ. എങ്ങനെയാണെന്നറിയാമോ? വ്ളാഡിമർ റഷ്യയിൽ 10-ാം നൂറ്റാണ്ടിന് ശേഷം ഈ സഭ സ്ഥാപിക്കുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കിളിവാതിലുകൾ ഉയരുന്ന കുന്തിരിക്കത്തിന്റെ വാസനയാണ് യഥാർത്ഥത്തിൽ വ്ളാഡിമറിനെ 10-ാം നൂറ്റാണ്ടിന് ശേഷം റഷ്യയിൽ ഓർത്തഡോക്സ് സഭ സ്ഥാപിക്കുവാൻ വേണ്ടി ഇടയാക്കിയെന്ന് പറയുമ്പോൾ ഈ സഭയുടെ കുന്തിരിക്കത്തിന്റെ വാസനകൾ പോലും യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ തലമുറകളിലേക്ക് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒന്ന് കൈമാറുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? പ്രത്യേകിച്ച് അമ്മമാരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പരിശുദ്ധ അല്ലെങ്കിൽ ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞത്, ഞാൻ വലിയ വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ആദ്യ വേദശാസ്ത്ര ഗുരു എന്റെ അമ്മയാണെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ സാത്യോസ് തിരുമേനിയും ഒക്കെ പറഞ്ഞത്, എന്റെ അമ്മയുടെ മടിത്തട്ടാണ് എന്റെ ആദ്യ വൈദിക സെമിനാരി എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, എന്നെ ശ്രമിക്കുന്ന ഓരോ അമ്മമാരും ഓരോ സ്ത്രീകളും ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് വിശ്വാസത്തെ തലമുറയിലേക്ക് കൈമാറുവാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങൾ അപ്പന്മാരെക്കാളും നിങ്ങളുടെ അമ്മമാർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അനുഭവങ്ങളിൽ നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ അമ്മമാരുടെ സ്വാധീനം
എത്രമാത്രം ശക്തമായി നമ്മുടെയൊക്കെ ഇടങ്ങളിലുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. പള്ളിയിൽ പോയ ആ കുഞ്ഞു നാളുകളിലെ അനുഭവങ്ങൾ, ദേവാലയത്തിലേക്ക് പോകുന്ന പതിവുശീലങ്ങൾ, നോമ്പ് വരുന്നതിന് മുമ്പെയുള്ള നോമ്പിനെ കുറിച്ച് പറഞ്ഞു തന്ന് നോമ്പ് നോക്കിക്കുവാനൊക്കെയുള്ള നമ്മുടെ അമ്മയുടെ ആ കുഞ്ഞു നാളുകളിലെ ശീലങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ തലമുറയിലേക്ക് നമുക്ക് കൈമാറുവാനായിട്ട് സാധ്യമാകുന്നു. നമ്മുടെ കൊച്ചു മക്കളൊക്കെ കൊച്ചു പ്രായത്തിലൊക്കെ, ഞാനും പണ്ട് കാണിച്ചിട്ടൊക്കെ ഉണ്ട്, 5, 6, 7 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ചെന്നിട്ട് ഈ അച്ഛനെ പോലുള്ള അച്ഛന്മാരുടെയൊക്കെ കുർബാനയൊക്കെ കാണും. വിവിധങ്ങളായ കാപ്പയൊക്കെ ഇട്ടുകൊണ്ടുള്ള കുർബാനയൊക്കെ കാണും. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കാപ്പയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിവിധങ്ങളായ കളറുകളിലുള്ള കാപ്പയൊക്കെ അച്ഛനിട്ട് കുർബാന ചെല്ലുമ്പോൾ നമ്മുടെ 5, 6, 7 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയ ആകാംക്ഷ ഇതൊക്കെ കാണുന്നത്. സംഗീത സാന്ദ്രമായിട്ടൊക്കെയുള്ള കുർബാനയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? അമ്മയുടെ സാരി തുഞ്ചോ ഷാളൊക്കെ നമ്മുടെ അച്ഛന്മാരൊക്കെ കാപ്പ ഇടുന്ന പോലെ പുറം വഴി ഇടും, അല്ലയോ? എന്നിട്ടൊരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രമൊക്കെ കയറി കെട്ടും. നമ്മുടെ അച്ഛൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ വികാരിമാർ എങ്ങനെയാണോ, നമ്മുടെ തിരുമേനി എങ്ങനെയാണോ ധൂപക്കുറ്റി വീശുന്നത് അതുപോലെ, ഇല്ലയോ? ദൈവമേ എന്നിട്ടൊക്കെ കുർബാനയൊക്കെ ചെല്ലും. 5, 6 വയസ്സൊക്കെയുള്ള നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ അവന്റെ രീതിയിൽ. ഇപ്പൊ പ്രായമുള്ള നമ്മളൊക്കെ പറയും, ഓ ഇവൻ ഭാവിയിൽ അങ്ങ് കിഴക്കിന്റെ കാതോലിക്കയോ അല്ലെങ്കിൽ മലങ്കര സഭയുടെ മെത്രാപ്പോലിത്തയോ വൈദികനൊക്കെ ആകുമെന്നുള്ളത്. എനിക്ക് പണ്ട് 2.5 വയസ്സുള്ള ഒരു മകൻ, പ്രിയമുള്ളവൻ ഇപ്പോഴേ ആശീർവാദങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അപകടങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പറയും? ഓ ഇവൻ ഭാവിയിൽ അച്ഛനാകും അല്ലെങ്കിൽ മെത്രാപ്പോലിത്തയാകും. അവൻ ഭാവിയിൽ അച്ഛനായില്ലേലും കുഴപ്പമില്ല, മെത്രാപ്പോലിത്ത ആയില്ലേലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അവൻ ഭാവിയിൽ എന്താകുമെന്ന് അറിയാമോ? അവൻ ഭാവിയിൽ ഞായറാഴ്ച രാവിലെ കിടന്നുറങ്ങത്തില്ല. അവൻ എവിടെ പോകും? പള്ളി വരും. കാരണം എന്താ? അവന്റെ കുഞ്ഞു നാളുകളിലെ അവന്റെ കൈ പിടിച്ച് നമ്മൾ നമ്മുടെ പള്ളിയിലേക്ക് അവനെ കൊണ്ടുപോയ പതിവ് ശീലങ്ങൾ അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ അനുകരിക്കുന്നത്. അവൻ അച്ഛനാകട്ടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആകാതിരിക്കട്ടെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഭാവിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവൻ ഞായറാഴ്ച രാവിലെ കിടന്നുറങ്ങത്തില്ല. പ്രിയമുള്ളവരെ, അവൻ എത്ര വലിയ യുവാവായാലും എത്ര വലിയ ജോലിയൊക്കെ ആയാലും അവൻ പള്ളിയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. കാരണം എന്താ? നമ്മുടെ വിശ്വാസത്തിന്റെ പദവിശീലങ്ങൾ നമ്മുടെ കുഞ്ഞു നാളുകളിൽ അവന് നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ട് അനുകരണങ്ങളിലൂടെ, അല്ലെ? പല കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ആരെയും കുരിശു വരച്ചെന്നു നമ്മൾ കുരിശു വരപ്പിച്ചിട്ട് വല്ലതും ആണോ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയും ശ്രദ്ധിക്കുന്നത് അടുത്ത നാളുകളിൽ ഞാനൊരു 2.5 വയസ്സുകാരന്റെ അപ്പനായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ അല്പം കൂടെയൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്റെ മകനെ ഞാൻ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചതല്ല. കുരിശു വരയ്ക്കുന്നതൊക്കെ തെറ്റാണെങ്കിലും ചുമ്മാതെ ഇങ്ങനൊക്കെ കുരിശു വരയ്ക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് എന്റെ മകനൊക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ ആരെയും നമ്മുടെ മക്കളെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചതാണോ? ആരുമല്ല. സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ പറയുമായിരിക്കും ഞങ്ങൾ അച്ഛൻ പഠിപ്പിച്ചത്. ഒന്നുമല്ല. നിങ്ങൾ അതിന്റെ ദൈവശാസ്ത്രം ഒരുപക്ഷെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പഠിപ്പിച്ചു കാണും, അല്ലെ വികാരി അച്ഛന്മാരൊക്കെ. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്ന് ഇടത്തേതിന്റെ മക്കളായ നമ്മളെ വലത്തേതിലേക്ക് ആക്കിയെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കാണും. പക്ഷെ കുരിശു വരയ്ക്കാൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാ? നമ്മൾ പലരും വരയ്ക്കുന്നത് കണ്ട് അനുകരിച്ച, അല്ലെ, നമ്മുടെ കൊച്ചുമക്കളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ കുരിശ് വരയ്ക്കണമെങ്കിൽ വീട്ടിൽ എന്ത് വേണം? വീട്ടിൽ കുരിശ് വരയ്ക്കുന്ന ഒരമ്മ അവന് വേണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രാർത്ഥന, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ അവിടെ ആയിരിക്കുന്നു, നിങ്ങളുടെയൊക്കെ ജോലിയുടെ ഷെഡ്യൂളുകളൊക്കെ പല സമയത്തൊക്കെയാണ്. നാട്ടിലെ പോലൊക്കെയുള്ള സമയങ്ങളൊന്നും ആയിരിക്കുകയില്ല. അലച്ചിലുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ എപ്പോഴാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുവാനും നമ്മുടെ മക്കൾ അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ അനുകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ആ അനുഭവത്തിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് പകരുവാനായിട്ട് സാധിക്കണം. അഭിനന്യ നമ്മളുടെ തിരുമനസിന്റെ ഒക്കെ വലിയ ഗുരുനാഥനാണല്ലോ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ യുവാനിയോസ് തിരുമേനി. അഭിനന്യ തിരുമനസ്സുകൊണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന, കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയൊക്കെ ആയിരിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, പകർന്നു കൊടുക്കാനായിട്ടുള്ളതാണെന്നുള്ളത്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പകർന്നു കൊടുക്കാനായിട്ട് ഉള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് കൈമാറാം. നാം ഈ വലിയ വിശ്വാസം പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയൊക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കണം. മറ്റ് പല ക്രൈസ്തവ വിഭാഗത്തിന്റെ ആരാധനകളൊക്കെ ശ്രദ്ധിക്കണം. അവരുടെ മെച്ചമല്ലെന്നും നമ്മുടെ മെച്ചമാണെന്നുമല്ല ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ആരാധനകളുടെ ഓരോ വരികൾ പോലും എത്ര ആഴത്തിൽ തിരുവചനത്തിന് അനുസൃതമായി 100% രൂപപ്പെടുത്തുകയും അല്ലെങ്കിൽ പിതാക്കന്മാരുടെയൊക്കെ കണ്ണുനീരിൽ ചാലിച്ച നമ്മുടെ ആരാധനകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന മാലാഖമാരുടെ സ്തുതിഗീതങ്ങളുള്ള ശ്രേഷ്ഠമായ ആരാധനയാണ് നമ്മുടേതൊക്കെ. പ്രത്യേകിച്ച് ഈ ആരാധനകളുടെ അനുഭവങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ 4ാമത്തെ യാത്ര യെരൂശലേം ദേവാലയത്തിലേക്കുള്ള യാത്രയാണ്. തന്റെ മകനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരമ്മയാണ് നമ്മൾ അവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ തലമുറകളെയൊക്കെ ഈ വിശ്വാസത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ ഈ വിശ്വാസത്തിൽ ജനിച്ചു, ഈ വിശ്വാസത്തിൽ ജീവിച്ചു, ഈ വിശ്വാസത്തിൽ മരിക്കാൻ കൊതിക്കുന്നവരാ നമ്മൾ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രിയമുള്ളവരെ ഈ വിശ്വാസത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ സാധ്യമാവട്ടെ. അവസാനത്തെ 5ാമത് പരിശുദ്ധ അമ്മയുടെ യാത്ര. അപ്പൊ പലരുടെയും മുഖമൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കാണാം. ആശ്വാസമായി തീരാൻ പോവുകയാണല്ലോ പരിശുദ്ധ അമ്മയുടെ 5ാമത്തെ യാത്ര, അവസാനത്തെ യാത്ര. അത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ്. ഒന്ന് വായിക്കാമോ? യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ യാത്ര നമുക്കറിയാമോ? പരിശുദ്ധ അമ്മയെ സുവിശേഷത്തിൽ നമ്മൾ അവസാനം ഇവിടെ കാണുന്നത്. പിന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ മാളിക മുറിയിലെ ആ വലിയ സംഭവത്തിലാണ് പരിശുദ്ധ അമ്മയെ കാണുന്നതെങ്കിലും അമ്മയുടെ യാത്രയായിട്ട് നമുക്ക് കാണുന്നത് ഈ കാൽവറിയിലേക്കുള്ള പരിശുദ്ധ അമ്മയുടെ ഈ 5ാമത്തെ യാത്രയാണ്. പ്രിയമുള്ളവരെ, ഇത് കാൽവറിയിലേക്കുള്ള യാത്രയാണ്. നമുക്കറിയാം ഈ യാത്ര എന്തിനു വേണ്ടിയാണ്? തന്റെ അമ്മ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ക്രൂശിന്റെ ചുവട്ടിലാണ്. കീറ്റുശീല പൊതിഞ്ഞ് ബേത്ലഹേമിലെ കല്ലടാവിൽ ജനിച്ച തന്റെ മകൻ ഇന്ന് കീറത്തുണി അണിഞ്ഞുകൊണ്ട് കാൽവറിയിൽ മരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയാണ്. പ്രിയമുള്ളവരെ, കാൽവറിക്കുന്നിലേക്കുള്ള ഈ കുരിശിന്റെ അനുഭവത്തിലേക്കുള്ള പരിശുദ്ധ അമ്മയുടെ 5ാമത്തെ യാത്ര നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ സങ്കടങ്ങൾ സധൈര്യം നേരിടുവാനാണ്. സഹനങ്ങളെ സധൈര്യം നേരിടുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് എന്നെ ശ്രമിക്കുന്നവരിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ മിക്കവരും, അച്ഛനും തിരുമേനിയും ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ സ്ത്രീകളാണല്ലോ. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും, നമ്മുടെ ആണെങ്കിലും എല്ലാവരുടെയും പ്രധാന മധ്യസ്ഥതയാണ് പരിശുദ്ധ അമ്മ. പലപ്പോഴും അമ്മയോടുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്താ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തരണമേ എന്നാ നമ്മുടെ പ്രാർത്ഥനകൾ, അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങൾ ഇല്ലാതാക്കാൻ, വേദനകൾ, രോഗങ്ങൾ ഇല്ലാതാക്കാൻ പരിശുദ്ധ അമ്മയെ നമ്മൾ അമ്മയോടുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഇത്രമാത്രം സങ്കടങ്ങൾ ഏറ്റെടുത്ത, ജീവിതത്തിൽ ഇത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്ത വേറെ ആരേലും ഉണ്ടോ പ്രിയമുള്ളവര്? സഹനത്തിന്റെ അമ്മയോടാണ് നമ്മുടെ പ്രാർത്ഥന. ജീവിതത്തിന്റെ ചില നിമിഷത്തിലെ സങ്കടങ്ങൾ മാറ്റണമെന്ന്. എന്തൊരു പൊരുത്തക്കേടാ! നിങ്ങൾക്കറിയാം, പരിശുദ്ധ അമ്മയെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ തന്നെ എപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു പദമുണ്ട്, ഭാഗ്യവതി, അല്ലേ? ഭാഗ്യവതി എന്ന പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ വല്ല ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടോ? എത്ര സങ്കടങ്ങളിലൂടെ അവൾ കടന്നു പോകുന്നത്. ജനിതക ശാസ്ത്രത്തിന് വിരോധാഭാസമായി പുരുഷ സ്പർശമേൽക്കാതെ അവിവാഹിത ഗർഭിണിയായെന്നൊക്കെ പറയുന്നത്
അത്ര സന്തോഷമാണ് യഥാർത്ഥത്തിൽ. വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെട്ടവളാ. അതിനു മുമ്പേ ആണെങ്കിലോ തന്റെ മാതാപിതാക്കന്മാരായ യുയാക്കീം ഹന്നയും മരിക്കുന്നു. മാതാപിതാക്കന്മാർ മരിക്കുന്ന ഒരു കുഞ്ഞിന്റെ വേദന അനുഭവിച്ചവളാണ് പരിശുദ്ധ അമ്മ കൊച്ചുപ്രായത്തിൽ. ദേവാലയത്തിൽ ബാല്യത്തിന്റെ എല്ലാ വിനോദങ്ങളും ഉപേക്ഷിക്കപ്പെട്ടവളാണ്. 10-13 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെക്കാളും 4 ഇരട്ടി പ്രായമുള്ള ജോസഫിനെയാണ് വിവാഹം ചെയ്യുന്നത്. സന്തോഷമാണോ? ഭാഗ്യവതിയാണോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടൊക്കെ നിങ്ങളെക്കാളും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് 3-4 വയസ്സ് മാത്രം കൂടുതലാണെങ്കിൽ പോലും 3-4 വയസ്സ് മാത്രം കൂടുതലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ചില പരിഭവങ്ങളുടെയും വഴക്കുകളുടെയും ഒക്കെ അവസാനം നിങ്ങൾ പറയാറില്ലേ, ഓ ഈ പടുക്കിളവനെയാണല്ലോ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചെന്നൊക്കെ പലപ്പോഴും അടയാളപ്പെടുത്താറില്ലേ? എന്നാൽ പരിശുദ്ധ അമ്മയെ നിങ്ങളൊന്ന് നോക്കിക്കേ, 3-4 വയസ്സല്ല, തന്നെക്കാളും 4 ഇരട്ടി പ്രായമുള്ള ജോസഫിനെയാണ്. അതോടൊപ്പം തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ ഉണ്ടായ വലിയ സന്തോഷമാണ്. അമ്മയ്ക്ക് വല്ല ഭാഗ്യമുണ്ടോ തന്റെ മകനെ കുറിച്ച്? എന്തെല്ലാം അപഖ്യാതികളായി ഈ അമ്മ കേട്ടതല്ലേ? വീഞ്ഞുകുടിയൻ, കള്ളപ്രവാചകൻ, വേശ്യകളുടെയും ചുങ്കക്കാരുടെയും പാപികളോടുമൊക്കെ സഹവർത്തിത്വമുള്ളവനെന്നൊക്കെയാണ് തന്റെ മകനെ പറ്റി ഈ അമ്മ കേൾക്കേണ്ടി വരുന്നത്. 33.5 വയസ്സ് തന്റെ മകനാകുമ്പോഴോ കാൽവറിയുടെ പശ്ചാത്തലത്തിൽ ചോര വാർന്ന് പിടഞ്ഞ് മരിക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് കണ്ട് കരയുവാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു അമ്മയുടെ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്നിട്ട് പറയണം ഭാഗ്യവതി നിൽക്കേ. ഭാഗ്യമൊക്കെ ഉണ്ട്, അവളുടെ ജീവിതത്തിൽ ഭാഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ച പോലെ ഭാഗ്യമല്ല. സഹനത്തിലൂടെയാണ് പ്രിയമുള്ളവരെ അവളുടെ ഭാഗ്യം. നൊമ്പരത്തിലൂടെയാണ് പ്രിയമുള്ളവരെ അവളുടെ ഭാഗ്യം. അലച്ചിലുകളിലൂടെയാണ് അവളുടെ ഭാഗ്യം. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ 5 യാത്രകളാണ് ആത്മീയ പോരാട്ടത്തിന്റെ അനുഭവങ്ങൾ ദൈവശക്തി പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ 5 യാത്രകളാണ്. അതുകൊണ്ട് അമ്മയുടെ യാത്രകൾ വെറും യാത്രകൾ മാത്രമായിരുന്നില്ല, ചില ആത്മീയ പോരാട്ടമായിരുന്നു, ചില നിയോഗങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു, ചില ദൈവിക ശക്തി പ്രാപിക്കുന്ന അനുഭവങ്ങളായിരുന്നു. ഒന്നാമത്തെ അവളുടെ യാത്ര, അത് നിങ്ങൾക്കറിയാം, യഹൂദിയ പട്ടണത്തിലേക്കുള്ള യാത്രയാണ്. അത് സാഹോദര്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്രയാണ്. രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ യാത്ര ഗലീലയിലെ നസ്രയത്തിൽ നിന്നും യഹൂദിയിലെ ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ്. അത് സാമൂഹ്യ നീതിയോട് പൊരുത്തപ്പെട്ടുള്ള യാത്രയാണ്, ആത്മീയ ദർശനമായിട്ടുള്ള യാത്രയാണ്. മൂന്നാമത്തെ യാത്ര മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കാണ്. അത് അറിഞ്ഞ ക്രിസ്തു സാന്നിധ്യത്തെ സംരക്ഷിക്കുവാനുള്ള യാത്രയാണ്. നാലാമത് യെരുശലേം ദേവാലയത്തിലേക്ക് തന്റെ പുത്രനെ കൊണ്ടുള്ള യാത്രയാണ്. പ്രിയമുള്ളവരെ, അത് നാം അനുഭവിച്ചിരിക്കുന്ന അനുഭവങ്ങളെ തലമുറകളിലേക്ക് ക്രിസ്തു സാന്നിധ്യത്തെ കൈമാറുവാൻ, കൗദാശിക അനുഭവത്തെ കൈമാറുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് ഈ വിശ്വാസത്തെ കൈമാറുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അഞ്ചാമത്തേത് കാൽവറിക്കുന്നിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര സഹനങ്ങളെ സധൈര്യം നേരിടുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഈ യാത്രകളുടെ അനുഭവത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധ അമ്മയെ പോലെ അമ്മമാരാകുവാൻ, സ്ത്രീകളൊക്കെ ആകുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന്, നമ്മുടെ നിയോഗത്തിന്റെ അനുഭവത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അഭിവന്യ തിരുമനസിന്റെ സാന്നിധ്യത്തിന്, അതോടൊപ്പം തന്നെ വന്ദിനായ എബിയച്ചന്റെ വലിയ സ്നേഹത്തിന്, നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല ശ്രദ്ധയ്ക്ക് നല്ല നന്ദി. ദൈവനാമം മാത്രം അവതരിക്കപ്പെടട്ടെ. മറിയാമിന്റെ ജീവിതത്തിലൂടെ കന്യാമറിയാമിന്റെ ചില യാത്രകളെ കുറിച്ചാണ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ജീവിതത്തിലും നമ്മൾ സാധാരണ പറയുന്ന പോലെ വി ആർ ഹെവൻലി പിൽഗ്രിംസ്. നമ്മൾ യാത്ര ചെയ്യുക, എവിടേക്ക് ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്ത് എത്തേണ്ട ഇടത്ത് എത്തുവാനുള്ളൊരു വിളി നമുക്കുമുണ്ട്. ഈ പരിശുദ്ധ നോമ്പിൽ ഈ യാത്ര പൂർത്തീകരിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, Lent is outdated. How can I observe it today?
according to the circumstances, according to the surroundings, we cannot do that. പലരും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, do distractions, anxiety, sadness, emptiness, human brokenness, is this thing outdated? ഇത് ദിവസവും നമ്മൾ മോഡേൺ ആക്കിക്കൊണ്ടിരിക്കുക അല്ലേ? Lent is a modern way to overcome these things. പരിശുദ്ധ സഭ നമുക്ക് ഈ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്ന ഇതിനെയൊക്കെ മറികടക്കാനാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫുഡ്. ഭക്ഷണത്തെ കുറിച്ച് മാത്രമല്ല. ബട്ട് ലെൻഡ് ഇസ് എ തിങ് വിച്ച് connects the creation to the creator. ഈ ഒരു ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ നോമ്പ് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. Think of the cross. നമ്മൾ കുരിശിനെ just two parts, the horizontal and the vertical one. The horizontal one which connects to God, and the vertical one connects to the human to human. ഈ ഒരു ബന്ധം കുരിശിലൂടെ നമുക്ക് ദൈവം തന്നത് ഈ നോമ്പ് നമ്മെ അവിടേക്ക് എത്തിക്കാനായിട്ടാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചത്, ഈ യാത്രയിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒന്ന് നമ്മുടെ തോളിലിരിക്കേണ്ട കുരിശാണ്. ഈ കുരിശ് നമുക്ക് ഭാരമല്ല, മറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്ന ലഘുവായ ഒരു നുകം. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ യാത്രയിൽ നമുക്ക് ഉണ്ടാവേണ്ട, ഈ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട, നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകേണ്ട 3 കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ പ്രയർ, ഫാസ്റ്റിംഗ് ആൻഡ് ആംസ് ഗിവിങ്. കൊടുക്കാനുള്ളൊരു മനസ്സ്. നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡി 2 Corinthians ഫ്രം ചാപ്റ്റർ 8 ഫോളോയിങ്. അതിൻ്റെ അകത്ത് നമ്മൾ 8ാം അധ്യായം മുതൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് മുഴുവൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച, ആംസ് ഗിവിങ്, ചാരിറ്റി, ഇതിനെ സംബന്ധിച്ച. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് പറയും. നോമ്പ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തിങ്ക് ദിസ് വേ, ഇറ്റ്സ് നോട്ട് റിലീജിയസ് റിച്വൽസ്. Lent is never a religious ritual, but it's prescribed as spiritual medicine. This is a spiritual medicine. പല രോഗങ്ങൾക്കും, പാപരോഗങ്ങൾക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങൾ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ളതാണ്. പാപരോഗങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന സ്പിരിച്വൽ മെഡിസിൻ, ആത്മീകമായ ഒരു മരുന്ന്. അതുകൊണ്ട് ഈ യാത്ര ഇത്ര അർത്ഥവത്തായിട്ട് അച്ഛൻ അത് ഓരോ കാര്യങ്ങളിലും, ഓരോ യാത്ര നമ്മൾ നടത്തേണ്ടതിനെ സംബന്ധിച്ചും, ആ അമ്മ മറിയം നടത്തിയ ആ യാത്ര നമ്മളെയും ആ വഴിയിൽ കൂടെ നടത്താനും, ചെന്നെത്തേണ്ട ഇടങ്ങളിൽ എത്തിച്ചേരുവാൻ, don't miss the destination and the way and the path which we have to travel on. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴികളെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം, ചെന്നെത്തേണ്ട ഇടത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവണം, പോകുന്ന വഴിയിൽ എന്ത് വേണം. നമ്മൾ ട്രെയിനിലൊക്കെ സാധാരണ എഴുതി വെക്കുന്ന പോലെ ലെസ് ലഗേജ് മോർ കംഫർട്ട്. വലിയ ഭാരമൊന്നും വേണ്ട. നമ്മൾ ഓട്ടം ഓടുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഭാരമൊന്നും വേണ്ട. അതുകൊണ്ട് എത്തേണ്ട ഇടത്ത് എത്തിച്ചേരാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ഈ പരിശുദ്ധ നോമ്പ് അർത്ഥപൂർണമായി തീരട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് സ്നേഹപൂർവ്വം നമുക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു എന്നറിയാം. അച്ഛൻ്റെ ബസ് പോലും അച്ഛന് മിസ്സായി. അവിടെ നിന്ന് ഇനി അച്ഛൻ അടുത്ത ബസ് പിടിച്ചു വേണം യാത്ര ചെയ്യാനായിട്ട്. ഇത്രയും ദൂരം 2.5-3 മണിക്കൂർ ഇനിയിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ ഇനിയും 3 മണിക്കൂറോളം യാത്ര ചെയ്തെങ്കിലേ അച്ഛൻ്റെ സ്ഥലത്ത് അച്ഛൻ എത്തുകയുള്ളൂ. ഇതിനുവേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ചു. നമ്മൾ പകലൂടെ ഇരിക്കുമ്പോൾ അച്ഛൻ രാത്രിയിലാണ്. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഇപ്പം അവിടെ 11 മണി കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ യാത്ര സുഖകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായി അച്ഛനെ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ കൂടുതലായി ശുശ്രൂഷയിൽ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, പ്രിയപ്പെട്ട കൊച്ചമ്മയും മകനെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എക്സിറ്റ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ അച്ഛാ, സന്തോഷം. ആയിക്കോട്ടെ അച്ഛാ,
താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബസ് ഉള്ള അടുത്തൊരു ബസ് പിടിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ അച്ഛാ, താങ്ക് യു അച്ഛാ. താങ്ക് യു. Thank you, Abhiyacha, for summarizing the talk so beautifully. ഷാനുവച്ചൻ പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മ സഞ്ചരിച്ച ആ വഴികളിലൂടെ നമ്മളെയും ആ 6 സ്റ്റെപ്സിലൂടെ നടത്തി, സഞ്ചരിപ്പിച്ചു. And we are so grateful to that. And I think we all should pray. പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ, I am the handmaid of the Lord. May it be to me according to your word. എന്ന് താഴ്മയോടെ പറയാൻ നമുക്കും ഈ നോയമ്പിലൂടെ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. Thank you, Acha, and I thank Shanu Achan also on behalf of all our ladies out here. Moving forward, ദൈവത്തിന്റെ മഹത്വം നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരില്ല. Just like the angels sing unceasingly to the Lord, we have Cindy Susan John, the unit secretary from St. Paul's Church, Orlando, from the Florida region, to thank, pray, and sing to the Lord for this Lenten retreat on all our behalf. I invite Cindy to unmute now. Thank you, Shini. എന്നുടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. എന്നധരങ്ങൾ എന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. കർത്താവേ, നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ. സൗരഭ്യത്താൽ നിന്നെ കിംബപ്പെടുത്താനിടവരണേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. എന്നെ തൻ്റെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥ, നിൻ തിരുമുൻപിൽ ആത്മശരീരമനസ്സുകളെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീരമനസ്സുകളാം എന്നുടെ തിരുമുൾ കാഴ്ചകളെ താതസുദാശ്വാസപ്രധനേ അൻപോടു കൈക്കൊണ്ടിടണമേ. സ്വർഗസ്ഥ പിതാവേ, എന്നിൽ മാനസശുദ്ധി വരുത്തണമേ.
ദൈവസുതാ നിന്നാത്മാവിന്നു വിശുദ്ധി വരുത്തേണമേ. ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. അന്ത്യദിനത്തിൽ നാഥാ നീ സന്തോഷിപ്പിക്കണമെന്നേ. ആത്മശരീരമനസ്സുകൾ നിൻ സ്തുതി പാടുന്നു കനിയണമേ. Thank you. Thank you, Sini. Create in me a clean heart, O God, and renew a right spirit within me. This Lent, let us pray to God to purify our hearts and renew our mind, body, and soul. It is a time to refocus our attention on what really matters, to repent and to ask for God's cleansing in our lives. Let us walk through the Psalm of David, written at the most vulnerable time of his life, when he realized his sin against God. We have Mrs. Elizabeth Taragan Aunty, the Friday prayer coordinator for DSWA, to read the Psalm for us. സങ്കീർത്തനങ്ങൾ 51 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Psalms 51 verses 1 to 7. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ചെയ്യുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്മോർ. Thank you, Auntie. When we practice and preach Christ's gospel, we need to understand it is not to have an easy life, but to indirectly participate in his sufferings too, in the afflictions that we might endure, garnering strength through prayer and fast. May this Lent lead us all closer to God by reaching out to everyone who needs him, and by reconciling with our own old self and others whom we have kept at bay. May the Holy Spirit guide us all through righteousness to be Christ-like. I now request Suma Thomas, Unit Secretary of St. Thomas Church, Oklahoma, Dallas region, to thank our dear participants for their prayerful presence today. Thank you, Shini. All glory to Almighty. I take this opportunity to thank His Grace, Thomas Marivanius, Tirmeni, for your presence, prayers, and blessings. Thank you, Reverend Father A.B. Abraham, our Vice President of Southwest Diocese MMBS Unit, General Secretary Shini Lijo Kurian, and Treasurer Sheena Punus for your dedication, support, and guidance. A special thanks to all the Achins, deacons, Beskimos, who participated in spite of their busy schedule. They were all there to be a part of this Lenten retreat. I take this opportunity to thank our Reverend Father Shanu Abraham, our keynote speaker. Achin, I'm not so good in Malayalam, but I think this message was so inspiring and very easy to understand, with your references from Gospels, St. Luke, St. Matthew, and St. John,
depicting the journey of our blessed Theotokos. Safe travels, Achin, praying for your family and your ministry. A special thanks to all the regional secretaries, unit secretaries, joint secretaries, treasurers. I know it's not an easy journey, experience talks, but I know we are doing it for God. We are serving church. So the blessing is always there for us. And thank you especially for Renju from Tampa, Susan from Kentucky, Achama Philip from Austin, Priya from Warren, and Sini Susan John for your participation through prayers, Bible reading, and song. Special thanks to Elizabeth Andy for reading the psalm and for your presence. It's a blessing. I have to say there was almost like 98 members for this Lenten retreat. I know it's a busy weekend, especially in South Dallas. We had Sunday school competition and we have a World Day prayer. So there are so many things going through this Lenten season, but still we had mothers and sisters in Christ who took their time and dedication and be a part of this great Lenten retreat. It was a blessing. A special thanks to the Southwest Diocese, all the administration who have arranged for this retreat and helped us to walk through this great Lenten journey, reconciling and repenting and be a part to serve Christ. Thank you all. If I have left out anyone to say thanks, I'm sorry, I apologize. Thank you, thank you. Thank you so much. Thank you, Suma. I especially thank our Tirumeni, who, even though he was miles apart in Kerala, he took time, and even in the middle of the night, he joined us prayerfully. Thanks for his blessings and his presence. Thank you, Tirumeni, and thank you, Abiyacha, for organizing this retreat. I hope and pray this retreat has really made a difference to all of us in your lives and mine, and that every word that we have heard today, that we will carry forward this thought for the next forthcoming days of Lent. We are closing to the mid-Lent now. We hope we carry forward this thought, this prayer that we heard today, and hoping that all of us will prostrate before our Lord, committing ourselves just like Mother Mary, submitting before him. Thank you once again to everyone who joined the retreat. I understand there has been so many other different events going on simultaneously, but you guys took time and joined us prayerfully. Thank you to all our mothers and all our sisters. Thank you once again. Thank you, and may God bless you all. We'll go for the benediction. The love of God the Father, grace of the only begotten Son, and fellowship and indwelling of the Holy Spirit be with us all forever and ever. Amen. Thank you, Cha. Thank you. Thank you all. Thank you all.